വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറഞ്ഞ് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് ഏറ്റു പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ മേൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശം ഇല്ല. ജാതികളുടെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയുന്നത് യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി മെതിക്കുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. വലിയ കാര്യങ്ങളാൽ കർത്താവ് നിറയ്ക്കുന്നല്ലോ, വൻ കൃപകളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്നല്ലോ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവിന്റെ വലിയ പ്രവർത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നന്ദിയോടെ നമുക്ക് ദൈവത്തെ വാഴ്ത്താം, നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്, കർത്താവിന്റെ പ്രവൃത്തികളെ അനുഭവിക്കുന്ന സമയമാണ്. തുടർമാനമായി നമ്മൾ പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം ധ്യാനിച്ചു വരുന്നല്ലോ. മത്തായിയുടെ സുവിശേഷത്തിന്റെ അകത്തും നമുക്ക് ഇന്നും കർത്താവിന്റെ വചനത്തിൽ നിന്ന് കേൾക്കാം. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കാൻ ഇടയെത്തീരും, വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഇത് അനുഗ്രഹത്തിനായിട്ട് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായത്തിന്റെ 14 മുതൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, ചിലർ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നു. യോഹന്നാൻ സ്നാപകൻ, അതായത് യേശുക്രിസ്തു ഒരു ചോദ്യം തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. അങ്ങനെ യേശു ഫിലിപ്പോസിനോട് കൈസറുടെ പ്രദേശത്തെത്തിയ ശേഷം ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ, അതായത് യേശുക്രിസ്തുവിനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. അവിടെ പറയുന്നു, ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും മറ്റു ചിലർ ഇരമ്യാ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പൊ 3 യേശുക്രിസ്തുവിന്റെ ചോദ്യം ഇതാണ്, ജനം എന്നെ ആരെന്നാണ് പറയുന്നത്? അപ്പൊ പറയുന്നു, ചിലർ യോഹന്നാൻ സ്നാപകൻ എന്ന് പറഞ്ഞവരുണ്ട്, ചിലർ ഏലിയാവ് എന്ന് പറഞ്ഞവരുണ്ട്, ചിലർ ഇരമ്യാവോ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനോ എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ യേശു ചോദിക്കണം, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. അപ്പം പത്രോസ് ശ്ലീഹായുടെ മറുപടിയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറയും. നോക്കിയോണേ, ആരാന്നുള്ള ചോദ്യത്തിന് യേശുക്രിസ്തു ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ ആരാന്നാണ് പറയുന്നത്? പലരും പല അഭിപ്രായം പറഞ്ഞു. എന്നാൽ പത്രോസ് ശ്ലീഹ മാത്രം പറഞ്ഞൊരു ഉത്തരവാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു. നോക്കിയോണേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ പറയുന്ന വാക്യം ഇതാണ്, യേശു അവനോട്, ബറിയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയതു. നമുക്ക് ഈ വാക്ക് കണ്ടോണേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു പറയുകയാണ്, നിനക്കിത് വെളിപ്പെടുത്തിയത് മനുഷ്യനല്ല. നോക്കിക്കേ, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി. നിങ്ങൾ ആ വാക്ക് കൊണ്ടോണേ, സ്വർഗസ്ഥനായ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. അപ്പൊ എന്താ വെളിപ്പെടുത്തിയത്? യേശു ജീവനുള്ള ദൈവത്തിന്, അതായത് പ്രവാചകനല്ല, ഏലിയാവല്ല, ഇരമ്യാ പ്രവാചകനല്ല, യോഹന്നാൻ സ്നാപകനല്ല, പിന്നെയോ ഏതോ ഒരു പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെട്ട ആളല്ല, പകരം ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു. അടുത്ത വാക്യത്തിൽ പറയുന്നു, യേശു പറയുകയാണെ, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ പണി. നോക്കി, പലപ്പോഴും പല ആൾക്കാരും തെറ്റിദ്ധരിക്കാറുണ്ട്. പത്രോസ് ശ്ലീഹായുടെ മാത്രം പറഞ്ഞ ഒരു ദൈവിക ആലോചന എന്നല്ല ഒരിക്കലും. ശ്രദ്ധിച്ചോണം, യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ. അപ്പൊ ഈ പുത്രനാണെന്നുള്ള അറിവ്
ആർക്ക് ലഭിക്കുന്നു ആ വ്യക്തിയെപ്പറ്റി യേശു പറയുന്നു, ഞാൻ എൻ്റെ ഈ നീയാകുന്ന പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും. കണ്ടോ? അപ്പം നോക്കിക്കേ, അപ്പം കർത്താവ് പറയുകയാണ്. അപ്പൊ ഈ സഭയെന്ന് പറയുമ്പോൾ എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, നമ്മുടെ ശരീരമാകുന്ന സഭ. നോക്കിയേ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ. കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ പിന്നെയും പറയും, നമ്മൾ ക്രിസ്തുവിന്റെ അവയവങ്ങളല്ലോ. നാം എല്ലാവരും ക്രിസ്തുവിന്റെ അവയവങ്ങളല്ലോ. നോക്കി ഈ വാക്കുകൊണ്ട് എഫേസ്യ ലേഖനം 1:22 പറയുന്നു. ഓക്കെ, 5:30 ഉണ്ടല്ലേ? അവൻ നോക്കിയേ. അപ്പൊ 5-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിലും പറയുന്നു. കൊലോസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ ആ വാക്യം തന്നെ പറയുന്നുണ്ടല്ലേ? നോക്കി, നാം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമല്ലോ. നോക്കിയേ, എഫേസ്യ ലേഖനത്തിൽ എഫേസ്യ ലേഖനം 1-ാം വാക്യത്തിൽ പറഞ്ഞത്, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്ന നിറവായിരിക്കുന്നവനെ അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. നോക്കിയേ, ശരീരമാകുന്ന സഭ. അപ്പൊ പത്രോസ്ലീഹയോട് പറയാണ്, പത്രോസ്ലീഹയാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. നോക്കിയേ, അപ്പൊ യേശുക്രിസ്തു ഈ ലോകത്തിൽ സഭ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന പള്ളികളല്ല, നമ്മുടെ ആരാധനാലയങ്ങളല്ല. പകരം സഭ എന്ന് ബൈബിൾ പറയുന്നത് യേശുവിന്റെ ശരീരമാണ്. എഫേസ്യ ലേഖനം പറയുന്ന, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്ന നിറമായവനെ അവന്റെ ശരീരമാകുന്ന സഭ. പറഞ്ഞാട്ടെ, യേശുവിന്റെ ശരീരമാണ് സഭ എന്ന് പറ. മ്യൂട്ടായിരിക്കുവാണല്ലേ, സോറി, ഒരു നിമിഷം. അത് പറഞ്ഞ യേശുവിന്റെ ശരീരമാകുന്ന സഭ എന്ന് പറ. ആമേൻ. നോക്കിക്കാണ്, യേശുവിന്റെ ശരീരമാകുന്ന. അപ്പൊ നമ്മൾ ഈ കൂടി വരുന്ന പള്ളിക്ക് പറയുന്ന പേര് സഭയല്ല, യഥാർത്ഥത്തിൽ നമുക്ക് കൂടി വരുവാനുള്ള സ്ഥലമാണ്. നമ്മൾ അതിനെ പള്ളി എന്ന് വിളിക്കുന്നു, സഭ ആരാധന. യഥാർത്ഥ സഭ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ശരീരമാണ്. എന്നാൽ അത് വേണ്ടെന്നല്ല അതിന്റെ അർത്ഥം, കൂടി വരുവാനുള്ള സ്ഥലമാണത്. ആമേൻ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ നമ്മൾ പറയുന്നത്, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ ദൈവത്തിനുള്ളവരല്ല. നോക്കി, നമ്മുടെ ശരീരത്തെ ദൈവം ആലയത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നോക്കിയ, ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്തിരിക്കുന്നു? വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ആമേൻ. അപ്പൊ എന്തിനാണ് ഈ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുവിലുള്ള ഒരു വ്യക്തി. നോക്കിയേ, 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. നിങ്ങൾ. അപ്പൊ ഇവിടെ എത്ര പേരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ വാക്യത്തിൽ? ഒന്ന് വായിക്കാവോ? പത്രോസ്ലീഹയുടെ എന്തുവാ പറയുന്നത്? പാറമേല് പത്രോസ് ആകുന്നു ഈ പാറമേൽ ഞാൻ സഭയെ പണി, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. സഭയെ പറ്റിയാണ് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ശരീരത്തിന്റെ പ്രത്യേകത എന്തുവാണ്? നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലയമാണ്. നോക്കി, ഇവിടെ പത്രോസ്ലീഹയോട് പറയുന്നു, പത്രോസെ നീ പാറയാകുന്നു, ഞാൻ നിന്റെ മേൽ സഭ പണിയും. പക്ഷെ കൊരിന്ത്യയിൽ അടുത്തേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ, പത്രോസിൽ നിന്നും ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ ഒന്നിലധികം വ്യക്തികളിലേക്ക് അത് മാറി. അപ്പൊ പത്രോസ്ലീഹയാണ് യേശുവിന്റെ സഭയെങ്കിൽ പത്രോസ്ലീഹയാണ് കർത്താവിന്റെ സഭയുടെ ശരീരമെങ്കിൽ പത്രോസ്ലീഹയിൽ മാത്രം എന്ത് ചെയ്തേനെ? ഇവിടെ പത്രോസ്ലീഹയെ പറ്റി പറഞ്ഞു, നീ പാറയാകുന്നു, ഞാൻ ഈ പാറമേൽ എൻ്റെ സഭ പണിയും. കൊരിന്ത്യത്തിലേക്ക് വരുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, അഥവാ നിങ്ങൾ ദൈവത്തിന്റെ ആലയം.
അപ്പൊ ഒന്നിലധികം വ്യക്തികളിലേക്ക് ഇത് പോകുവാൻ കാരണം യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിലേക്ക് നമ്മളെ ചേർത്തുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെയാ ചേർക്കുന്നറിയാവോ? എങ്ങനെയാ കർത്താവ് നമ്മളെ ചേർക്കുന്നത്? 1 കൊരിന്ത്യർ 6-ാം വാക്യത്തിൽ പറഞ്ഞു, ദൈവത്തിന്റെ ദാനം പരിശുദ്ധാത്മാവിന്റെ നിങ്ങളെ വിലയ്ക്ക് വാങ്ങുകയാണ്. എന്റെ കൂടെ പറഞ്ഞാട്ടെ, യേശു എന്നെ വിലയ്ക്ക് വാങ്ങി എന്ന് പറ. യേശുവിനെ വിലക്ക് വാങ്ങി. നമുക്കറിയാം, നമ്മൾ ഈ പലപ്പോഴും ഈ നമ്മളൊക്കെ നാട്ടിലൊക്കെ കാണാറുണ്ടല്ലേ, ഈ ഒരാളിപ്പം വീട് പണിയുന്ന സമയത്ത് നിങ്ങൾക്ക് വീട് വലിയ വിപുലമായിട്ട്, ചിലപ്പോൾ പണ്ട് നിങ്ങൾ ഒരു 5 സെന്റ് സ്ഥലത്തിന്റെ അകത്ത് വീട് പണിതുകൊണ്ടിരിക്കുന്ന പണിതുള്ള വ്യക്തിയായിരിക്കാം. നിങ്ങൾക്കൊരു ആഗ്രഹം, കുറച്ചും കൂടെ എൻ്റെ വീട് വലുതാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ മുകളിലോട്ട് ആകാശം മുട്ടേ പണിയണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? യഥാർത്ഥ നല്ലൊരു രീതിയിലാണെങ്കിൽ നമ്മൾ അയൽവക്കത്തുള്ള വസ്തു കൊടുക്കാനുണ്ടെങ്കിൽ അവരുടെ വസ്തുവും കൂടെ കൂട്ടി യോജിപ്പിക്കും അല്ലേ? നമ്മുടെ 5 സെന്റിനോട് അയൽവക്കത്തെ 5 സെന്റും പുറകത്തെ 6 സെന്റും ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് അത് വലുതാക്കി ഒറ്റ സ്ഥലമാക്കി മാറ്റും അല്ലേ? എന്നിട്ട് നമ്മൾ അതിൻ്റെ മേൽ വീട് പണി. എന്തിനാണെന്നറിയാവോ? വിശാലതയ്ക്ക് വേണ്ടി. നോക്കിക്കേ, ഇതേപോലെ യേശുക്രിസ്തു ആദ്യം പത്രോസ്ലീഹായോട് പറയാണ്, പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും. അടുത്തത് നിങ്ങൾ. അപ്പൊ നമ്മളെയും കൂടെ കൂട്ടത്തിൽ കൂട്ടി. അപ്പൊ നമ്മളെ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കർത്താവ് പിടിച്ചത്? വിലയ്ക്ക് വാങ്ങി. കണ്ടോ? വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ടാണ് പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നത്, പൊന്ന് വെള്ളി എന്നീ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങി. നിങ്ങൾ പലപ്പോഴും ഈ വിലയ്ക്ക് വാങ്ങിയതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ വാക്ക് കണ്ടോ? വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായി നിങ്ങളുടെ മുമ്പിൽ നടപ്പ് സംബന്ധിച്ച് ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നു വെള്ളിയും മുതലായ വസ്തു കൊണ്ടല്ല, ക്രിസ്തു പറഞ്ഞ നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്ര നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നിങ്ങൾ എന്തിനാ വിലയ്ക്ക് വാങ്ങിയത് ഒന്ന് പറയാൻ പറ്റും? യേശു എന്തിനാ വിലയ്ക്ക് വാങ്ങിയത്? നമ്മ ദൈവത്തിന്റെ മക്കളാണ്, അവനായിട്ട് ജീവിക്കുവാൻ, ആ സഭ പണിയുവാൻ. കണ്ടോ? ലോകം മുഴുവനും വ്യാപിക്കുന്ന കർത്താവിന്റെ സഭ പണിയുവാൻ നമ്മളെ ഓരോരുത്തരെയും യേശു ക്രിസ്തു വിലയ്ക്ക് വാങ്ങി. അപ്പൊ എന്താണ് ഈ വില? ക്രിസ്തു യേശുവിന്റെ വിലയേറിയ രക്തം കൊണ്ട്. അപ്പൊ ഈ രക്തം എന്തുവാ? രക്തം എന്നോട് ഉദ്ദേശിക്കുന്നത്, ബൈബിളിൽ ഒരു വാക്കിങ്ങനെ പറയുന്നത്, രക്തത്തിലല്ലോ ജീവൻ ഇരിക്കുന്നത്. എബ്രായ ലേഖനം പറയുന്നത് രക്തത്തിലല്ലോ ജീവൻ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് രക്തമെന്ന് അവിടെ പറയാൻ കാരണം, രക്തത്തിലല്ലോ ജീവൻ ഇരിക്കുന്നുള്ള എബ്രായർ വാക്യത്തിന്റെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നു, രക്തം കൊണ്ട്. അതിന്റെ അർത്ഥം ജീവൻ കൊടുത്ത് നമ്മളെ വാങ്ങിയിരിക്കുന്നു. ആമേൻ. നമ്മളെ വിലയ്ക്ക് വാങ്ങി. എബ്രായർ 9:12 അല്ലേ? ഓക്കെ, നോക്കി, നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് നമ്മളെ കർത്താവ് തന്റെ ആലയത്തിന് വേണ്ടിയാണ്. നിങ്ങൾ എല്ലാവരും യേശുവിന്റെ ആലയമാണ്. യേശുവിന്റെ ശരീരത്തിന്റെ ആലയമാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാക്കി വെച്ചിരിക്കുന്നതിന്റെ കാരണം ഇത് ഇങ്ങനെ വിപുലീകരിച്ചോ. ദൈവത്തിന് ഇങ്ങനെ, നമുക്കറിയാം, നിങ്ങൾ ആരെങ്കിലും ഒരു വീട് പണിതിരിക്കട്ടെ, 20 വർഷം കഴിയുമ്പം ആരുടെയെങ്കിലും മനസ്സിൽ വരാതിരിക്കോ കുറച്ചും കൂടെ ഒരു വിശാലത വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാകും. എന്തുകൊണ്ടാണ് നമുക്ക് ആ വിശാലത തോന്നാൻ കാരണം? കാര്യം, മേടിച്ച സമയത്ത് നിങ്ങൾക്ക് അത്രയും വിശാലത ഇല്ലായിരുന്നു, ഇത് ഉള്ളതൊക്കെ മതിയായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആഗ്രഹം വരാൻ കാരണം? നമ്മൾക്ക് സാമ്പത്തികമായിട്ട് നമ്മൾക്ക് സൗകര്യക്കുറവും നമ്മുടെ സാമ്പത്തികം നമ്മുടെ നമുക്ക് അംഗസംഖ്യ കൂടുമ്പം പൊതുവേ നമ്മൾ എന്ത് ചെയ്യും അല്ലേ? നമുക്ക് അംഗസംഖ്യ കൂടുമ്പോഴും നമുക്ക് സാമ്പത്തിക ശേഷി വർദ്ധിക്കുമ്പോഴും നമുക്കറിയാം, ഇപ്പൊ നേരത്തെ നിങ്ങൾക്ക് 2 മുറിയും അല്ലെങ്കിൽ 1 മുറിയും ഒരു അടുക്കളയും നേരത്തെ മതിയായിരുന്നു. കാര്യം ഭാര്യയും ഭർത്താവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യേശുവിന്റെ നാമത്തിൽ തലമുറ ഇല്ലാത്തവർ തലമുറ ഉണ്ടായി വരട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു 3-4 തലമുറ ഉണ്ടായി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഒറ്റ മുറി കിടക്കാൻ പറ്റുന്നില്ല. മനസ്സിന്റെ അകത്തെ ഒരാഗ്രഹം, കുറച്ചും കൂടെ ഒരു വിശാലത എനിക്ക് വേണം. കണ്ടോ? കുറച്ചുകൂടി എനിക്കൊരു വിശാലത വേണം. ഹല്ലേലൂയ. അപ്പൊ എന്താണ് ഈ വിശാലത എന്ന് പറയുന്നത്? വളരും തോറും നമുക്ക് ഇടം ആവശ്യമാണ്. അപ്പൊ കർത്താവിന്റെ ശരീരത്തിന്റെ പ്രത്യേകത, ഇത് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കണ്ടോ?
ഇത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. കർത്താവിന്റെ ശരീരം വളർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ക്രിസ്തുവിൽ ഒരു വ്യക്തി ആയിക്കൊണ്ടാണ് കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇനി ഭാര്യ പറയുകയാണ് എൻ്റെ അച്ചായൻ ജന്മത്തിൽ വരത്തില്ല ബ്രദറെ, രക്ഷ പ്രാപിക്കും. ഭർത്താവ് പറയുന്നത് എൻ്റെ ഭാര്യ ജന്മത്തിൽ വരത്തില്ല, രക്ഷ പ്രാപിക്കും. ഭാര്യയും ഭർത്താവും പറയുന്ന മക്കൾ ജന്മത്തിൽ വരത്തില്ല, രക്ഷ പ്രാപിക്കും. കണ്ടോ, ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കാരണം ഇത് വളരുന്നതാണ് പ്രിയരെ. നിങ്ങൾ യേശുവിൽ വളരും തോറും നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പം നിങ്ങളുടെ ശരീരം എന്ത് ചെയ്യാൻ തുടങ്ങും? അടുത്തയാളെ അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. ആമേൻ. പൊതുവെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ അകത്ത വളർച്ചയ്ക്ക് മനസ്സിലാവും, ഇത് എൻ്റെ അകത്ത് ഒതുങ്ങുന്നതല്ല, ഇത് അടുത്ത വ്യക്തിയിലേക്ക് ഇത് പകരുന്നതാണ്. കണ്ടോ, അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. കണ്ട അടുത്ത വാക്യത്തിൽ പറഞ്ഞു, നിങ്ങളുടെ വളർച്ച ഒരു പിശാചിനും തടയുവാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാ? ഞാൻ എപ്പോഴും പറയത്തില്ല, നിങ്ങൾക്ക് പലർക്കും ഭയമാണ് ബ്രദറെ, ഈ കൂടുതൽ ഞാൻ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ, കൂടുതൽ ക്രിസ്തുവിൽ വളരുമ്പോൾ പിശാച് എന്നെ നോട്ടയിടുവല്ലോ ബ്രദറെ. എൻ്റെ സഹോദരങ്ങളെ കേട്ട്, നിങ്ങളല്ല വളരുന്നത്, ക്രിസ്തുവിന്റെ സഭയാ വളരുന്നത്. പറഞ്ഞാട്ടെ, ഞാനല്ല, ക്രിസ്തുവിന്റെ സഭയാ വളരുന്നത്. ഞാൻ വളരുമ്പോഴല്ലേ പിശാച് നിനക്ക് അടിക്കാൻ ഭയങ്കര ആഗ്രഹം. ഇത് ഞാനല്ല വളരുന്നത്, പകരം യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭ പണിയും. ഓ ലോർഡ് ജീസസ്. അപ്പൊ യേശു സഭ പണിതത് യെരുശലേമിലാണ്. പക്ഷെ യെരുശലേമിൽ ഇത് ഒതുങ്ങുന്നില്ല. യെരുശലേമിൽ ഇത് ഒതുങ്ങുന്നില്ല. ഇതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുവാണ് യേശുവിന്റെ സഭ. ഇത് നിയമം കൊണ്ട് ആർക്ക് എതിർക്കാൻ നോക്കിയാലും, ഇന്ത്യയിലല്ല ലോകത്തിൽ എവിടെയൊക്കെ നിയമം കൊണ്ടോ ശക്തി കൊണ്ടോ ഒതുക്കാൻ നോക്കുന്നോ, ഒതുക്കും തോറും ഇത് വളർന്നുകൊണ്ടേയിരിക്കും. കണ്ടോ ആ വാക്ക് കണ്ടോ, ഞാൻ എൻ്റെ സഭ പണി. ഇനി ധൈര്യത്തോടെ നടക്കണം കേട്ടോ. ഇത് ധൈര്യത്തോടെ നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ ഞാൻ പിന്നെ സഭയാ. പറഞ്ഞാട്ടെ, ക്രിസ്തുവിലായ പിന്നെ ഞാൻ സഭയാന്ന് പറ. നമ്മൾ മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അതിന് നമ്മൾ ആ വാക്യത്തിലേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എടുത്താണ് ആ വാക്യം. യേശു പറയുന്ന ഒരു വാക്കാണ്, ഈ മന്ദിരം പൊളിപ്പിൻ, 3 ദിവസം കൊണ്ട് ഇത് ഞാൻ പണിയാന്ന് പറഞ്ഞു. ഉടനെ അവിടെ നിന്ന് ആൾക്കാർ, പരീശന്മാർ, ഇത് 43 വർഷം കൊണ്ട് പണിതതാണ്, സംവത്സരം കൊണ്ട് ഇത് പണിതെടുത്തതാണ്. ഇതെങ്ങനെയാണ് 3 ദിവസം കൊണ്ട് പണിയുന്നത്? തൊട്ട് താഴത്തെ വാക്യത്തിൽ പറഞ്ഞു, യേശുവിന്റെ ശരീരത്തെ പറ്റിയാണ് അവിടെ പറഞ്ഞതെന്ന് പറഞ്ഞു. കണ്ടോ, ഈ മന്ദിരം പൊളിപ്പിൻ, 3 ദിവസം കൊണ്ട് ഞാൻ പണിയും. കണ്ടോ പ്രിയരെ, അപ്പൊ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് രക്ഷിക്കപ്പെട്ട വിശ്വാസി. ഏതെങ്കിലുമൊക്കെ രോഗം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ പറ, ഞാൻ സഭയാന്ന് പറ. യേശുവിന്റെ ശരീരമാകുന്ന സഭയാണ് ഞാൻ. യേശുവിന്റെ ശരീരമാകുന്ന സഭയാണ് ഞാൻ. എന്തിനാണ് ഇത് പറയുന്നത്? എന്തുകൊണ്ടാണ് ഇത് പറയുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ പത്രോസ്ലീഹയുടെ കർത്താവ് ചോദിക്കുവാണ്. കർത്താവിന് ചോദിക്കേണ്ട വല്ലോ കാര്യമുണ്ടോ? കർത്താവ് ചോദിക്കുവാണ്, മനുഷ്യ ഇവരെന്നെ ആരാന്നാ പറയുന്നത്? കണ്ടോ, ഇവരെന്നെ ആരാന്നാണ് പറയുന്നത്. ഉടനെ ശിഷ്യന്മാർ പറഞ്ഞു, ആരാ പറഞ്ഞത്? യേശു യോഹന്നാനാണ്. കുറെ പേര് പറഞ്ഞു ഇത് യോഹന്നാൻ സ്നാപകൻ വന്നിരിക്കുകയാണ്. 2, മറ്റു ചിലർ പറഞ്ഞു ഇത് ഏലിയ പ്രവാചകൻ വന്നിരിക്കുകയാണ്. വേറെ ചിലർ പറഞ്ഞു ഇത് യിരെമ്യാ പ്രവാചകൻ തന്നെയാണ്. അടുത്ത ആൾക്കാർ പറഞ്ഞു ഇത് പ്രവാചകന്മാരിൽ ഒരുത്തനെന്ന് മറ്റു ചിലർ പറഞ്ഞു. ഉടനെ പത്രോസ്ലീഹ ഇതെല്ലാം കണ്ടു, ഇത് അങ്ങനെയൊന്നുമല്ല, യേശു ഇവരാരുമല്ല, യേശു എനിക്കറിയാം, ഇത് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. കണ്ടോ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. യേശു എന്തിനാ ഇത് ചോദിക്കുന്നറിയാവോ? യേശു ഇത് ചോദിക്കുന്നതിന്റെ കാരണം, ഈ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തികളുടെ അകത്തു നിന്നും ചിലത് വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ പറയണം, ഞാൻ യേശുവിന്റെ സഭയാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ പിശാച് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോലെ ഭൂവാസിയല്ല, ഈ ഭൂമിയിൽ വാസമുള്ള വ്യക്തിയല്ല. അവനൊരു സ്വർഗീയ ജീവി ആയിരുന്നു. നോക്കിക്കേ, സ്വർഗീയ ജീവിയായിരുന്നു. അപ്പൊ സ്വർഗത്തിലൊരു സിസ്റ്റമാണ് പുള്ളി ഫോളോ ചെയ്യുന്നത്, ഈ ഭൂമിയിലെ സിസ്റ്റം അല്ല. അപ്പൊ സ്വർഗത്തിലെ സിസ്റ്റം, എൻ്റെ കൂടെ പറഞ്ഞിട്ട് പിശാച് ഫോളോ ചെയ്യുന്നത് സ്വർഗത്തിലെ സിസ്റ്റമാന്ന് പറ.
ഫോളോ ചെയ്യുന്നത് സ്വർഗത്തിന്റെ സിസ്റ്റമാണ്. നമ്മളെ ഉൾപ്പെടെ മനുഷ്യനും മൃഗങ്ങളും പക്ഷികളും ഇഴജാതി ഏതൊക്കെ ആയിക്കോട്ടെ ഇതെല്ലാം ഭൂമിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാ, ഭൂമിക്കകത്തുനിന്ന് ഉണ്ടാക്കിയതാ. പക്ഷെ ഇത് പിശാചിനെ ദൈവം നിർമ്മിച്ചത് ഭൂമിയിൽ വെച്ചല്ല, സ്വർഗത്തിൽ കാലങ്ങൾക്ക് മുമ്പേ, കാലം നമുക്കറിയത്തില്ല, സമയം അറിയത്തില്ല, എന്തോ ഒരു കാലത്ത് വെച്ച് ദൈവം നിർമ്മിച്ചു. അതെന്നാ നമുക്കറിയത്തില്ല, ആദ്യമോ അന്ത്യമോ നമുക്കറിയത്തില്ല. ഇതിങ്ങനെ എറ്റേണിറ്റി പോലെ കിടക്കുവാണ്. എന്നോ ദൈവം ഇതിനെല്ലാം നിർമ്മിച്ചു. അപ്പൊ ഉറപ്പാണ് ദൈവം ഭൂമിയിൽ വെച്ചല്ല പിശാചിനെ നിർമ്മിച്ചത്. അപ്പൊ ഇവൻ ഭൂവാസിയല്ല, ഇവൻ സ്വർഗീയവാസിയാണ്. അപ്പൊ സ്വർഗീയമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഇവന്റെ കൾച്ചർ മൊത്തം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വെട്ടുകൊണ്ട് താഴെ വീണെങ്കിലും ഇവന്റെ കൾച്ചർ മൊത്തവും ദൈവരാജ്യവുമായി ബന്ധപ്പെട്ടതാ. അപ്പൊ ദൈവരാജ്യത്തിന്റെ സിസ്റ്റം എന്താണെന്നറിയാവോ? പറയുക. ദൈവരാജ്യത്തിന്റെ സിസ്റ്റം എന്താന്ന് വെച്ചാൽ പറയുക, വിശ്വസിക്കുക, പറയുക. ദൈവരാജ്യത്തിന്റെ സിസ്റ്റം പിശാചിനെ അറിയാവുന്ന കർത്താവ് പറയാണ്, ഉറക്കെ പറയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും. നോക്കിക്കേ, പാതാള ഗോപുരമേ നീ അതിനെ ജയിക്കത്തില്ല. എന്റെ പ്രിയർ, ഇതിൽ കൂടുതൽ എങ്ങനെയാ ദൈവം നമുക്ക് ഉറപ്പ് തരുന്നത്? എന്റെ കൂടെ ഒന്ന് പറഞ്ഞ്, എന്റെ വിഷയം എന്നെ ജയിക്കത്തില്ലെന്ന് പറ, എന്റെ രോഗം എന്നെ ജയിക്കത്തില്ലെന്ന് പറ, എന്റെ പ്രതിസന്ധി എന്നെ ജയിക്കത്തില്ലെന്ന് പറ. പലപ്പോഴും നമ്മുടെ അകത്തുണ്ടാകുന്ന ഒരു ഭയമാണ് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുന്നത്? നിങ്ങളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നത് ഭയമാണ്. ഭയം എന്താണ്? ഈ ഭയമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ ഭയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഈ ഭയപ്പെടുത്തുക, പിശാചിന്റെ ഒരു ആയുധമാണ് ഭയം. വെറുതെ അങ്ങ് ഭയപ്പെടുത്തും. പെട്ടെന്നൊരു തലവേദന വന്നാൽ തലയ്ക്കകത്ത് എന്തോ ബ്രെയിൻ ട്യൂമർ ആണെന്ന് മനസ്സിന്റെ അകത്തൊരു ചിന്ത. എവിടുന്ന് വന്നു ഈ ചിന്ത? ഭയത്തിന്റെ അകത്തുനിന്ന്. എവിടുന്ന് ആരയച്ചു? ഈവിൾ തോട്ട്സ് എന്ന് അതിന് പറയും. ഈവിൾ തോട്ട്സ്. കൈക്കൊരു വേദന, ആരോ പറഞ്ഞ കൈക്കകത്ത് എല്ലൊക്കെ മുടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക, എവിടുന്നോ കേട്ടതാ. എവിടുന്ന് വന്ന് ഈ അറിവ്? ഈവിൾ തോട്ട്സ്. അതായത് പിശാചിൽ നിന്ന് വരുന്നതാണ് ഇതെല്ലാം. ഈവിൾ തോട്ട്സുകൾ. ഗുഡ് തോട്ട്സ് ഉണ്ട്, ഈവിൾ തോട്ട്സ് ഉണ്ട്. രണ്ടിനും ഉറവിടങ്ങളുണ്ട്, ഉത്ഭവങ്ങളും ഉണ്ട്. നോക്കിയേ, അപ്പൊ ഇത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ഇത് വരുന്ന സമയത്ത് ഇവന്റെ ആയുധം ഭയമാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ ഉടനെ ക്ലെയിം ചെയ്യണം, നിങ്ങൾ ഉടനെ അതിനെ അറ്റസ്റ്റ് ചെയ്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യേശുവിന്റെ ശരീരമാണ്. ഓ ലോർഡ് ജീസസ്, യേശുവിന്റെ ശരീരത്തിന്റെ അകത്ത് രോഗത്തിനിരിക്കുവാൻ കഴിയത്തില്ല. കേട്ടെ, യേശുവിന്റെ ശരീരമാണ്, ഞാൻ പറഞ്ഞാട്ടെ, യേശുവിന്റെ ശരീരമാണ്, യേശുവിന്റെ സഭയാണ്. യേശുവിന്റെ ശരീരമാണ്, ഒരേ സമയം ഞാൻ യേശുവിന്റെ സഭയാണ്. നോക്കിയേ, നമ്മൾ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ എന്നെ വിലയ്ക്ക് വാങ്ങി. എന്തിനു വേണ്ടി എന്നറിയാവോ? കർത്താവിന് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് 3000 പേരെ ഒറ്റയടിക്ക് പത്രോസ്ലീഹ സ്നാനപ്പെടുത്തി ദിനം പ്രതി രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തു. അപ്പോസ്തല പ്രവൃത്തി അല്ലേ? അപ്പൊ ഇത് പോരെ കർത്താവ്? 3000 പേര്. കർത്താവ് പോരെ, എന്റെ ആലയം എനിക്ക് ദൈവത്തിന്റെ മനസ്സിൽ ഒരു പദ്ധതി ഉണ്ട്, ലോകം മുഴുവൻ. അതുകൊണ്ടാണ് നിങ്ങൾ ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോട് എന്റെ സുവിശേഷം അറിയിച്ച് അവരെ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കണം. കൽപ്പനയാ. യേശുവിന് ലോകം മൊത്തവും വ്യാപിക്കുന്ന തന്റെ ശരീരമാകുന്ന സഭ പണിയണം. കണ്ടോ? അപ്പൊ അതിന് നിങ്ങളെയും എന്നെയും കർത്താവ് എന്ത് ചെയ്യുന്നു? ഓരോ ദിവസവും വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ 5 സെന്റും 10 സെന്റും 6 സെന്റും മേടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇങ്ങനെ വിലയ്ക്ക് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വിലയ്ക്ക് മേടിച്ച് നമ്മളെ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി എന്നാന്നറിയാവോ? അനേകരെ ഈ ശരീരത്തിന്റെ അകത്തോട്ട് ഉൾക്കൊള്ളിക്കണം. ആമേൻ. ഈ ശരീരത്തിന്റെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ യേശുവിന്റെ അവയവമാണ്. നോക്കിക്കേ, എഫേസ്യ ലേഖനത്തിന്റെ അകത്ത് പറഞ്ഞ വാക്കുകൊണ്ടോ, നാം യേശുവിന്റെ ശരീരത്തിന്റെ അവയവമല്ലോ. എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ഞാൻ യേശുവിന്റെ ശരീരത്തിന്റെ അവയവമാന്ന് പറ. ഈ വാക്ക് കണ്ടോ? ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ, ക്രിസ്തു സഭയെ ചെറുതുപോലെ പോറ്റി പുലർത്തുകയത്ര. നോക്കിക്കേ, അപ്പൊ നിങ്ങൾ ഈ വചനം കണ്ടോ? നമ്മൾ നമ്മുടെ ജഡത്തെ ഇന്നേ വരെ ശരീരം ആർക്കേലും പറഞ്ഞുണ്ടോ? എന്റെ കൈയും കാലും വേണ്ടായിരുന്നു? ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ആരെങ്കിലും പറയും എനിക്ക് വയറും തലയും കണ്ണും ഒന്നും വേണ്ടായിരുന്നു പറയുന്നുണ്ടോ? അതെന്താ പറയാത്തത്?
അത് നമ്മളുടെ ആവശ്യമായതുകൊണ്ട്. ഇത് നമ്മുടെ ഭാഗമാണ്. അങ്ങനെയെങ്കിൽ ബൈബിൾ പറയുന്നു, ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ല, ക്രിസ്തു തന്റെ സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ. അയ്യോ എൻ്റെ പ്രിയരെ, ഞാൻ ഓർത്തത് ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ടാണ് ജീവിക്കുന്നത്, ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് ഞാൻ നല്ല പോഷകാഹാരം കഴിക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പം നിൽക്കുന്നത്, ഞാൻ ഓർത്തത് ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പം നിലനിൽക്കുന്നത്. ബൈബിൾ പറയുന്ന അല്ല, ക്രിസ്തു തന്റെ ശരീരമാകുന്ന സഭയെ പോറ്റി പുലർത്തുവാണ്. പറഞ്ഞാട്ടെ, എന്നെ ദൈവം പോറ്റി പുലർത്തുവാന്ന് പറ. എന്തിനാ ഈ വചനമൊക്കെ പറയുന്നറിയാവോ? ശക്തിപ്പെടാനും ദൈവത്തിന്റെ സാക്ഷ്യമാകാനും വേണ്ടിയാണ്. കണ്ടോ, ക്രിസ്തു സഭയെ ചെയ്തതുപോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. ആമേൻ. ക്രിസ്തു സഭയെ ചെയ്തതുപോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. കേട്ടെ, ഈ വചനം കേട്ടോ? ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്, ക്രിസ്തുവിന്റെ വചനം നമ്മളോട് പറയുന്നു, ക്രിസ്തു സഭയെ ചെയ്തതുപോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ വേണ്ടത്. പോറ്റി പുലർത്തുക. അപ്പൊ ഇതെല്ലാം ഞാൻ എൻ്റെ പത്രോസേ, നീ ആകുന്ന പാറമേൽ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ എന്റെ പ്രിയരെ, നമ്മളെ അതുകൊണ്ടാണ് ദുഷ്ടൻ നിന്നെ ജയിക്കുകയില്ല എന്ന് വചനം പറയാൻ കാരണം. ദുഷ്ടൻ നിന്നെ ജയിക്കത്തില്ല. എന്റെ കാരണം എന്തുവാ? ഇപ്പൊ ദുഷ്ടനെ ജയിക്കാൻ കഴിയാത്ത രീതിയിൽ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. പറഞ്ഞാട്ടെ, യേശുവിന്റെ ശരീരത്തിൽ ക്യാൻസർ ഇല്ലെന്ന് പറ, യേശുവിന്റെ ശരീരത്തിൽ പ്രഷറും ഷുഗറും ഇല്ലെന്ന് പറ, യേശുവിന്റെ ശരീരത്തിൽ കാഴ്ചയില്ലാത്ത അവസ്ഥയില്ലെന്ന് പറ, യേശുവിന്റെ ശരീരത്തിൽ മാനസിക രോഗമില്ലെന്ന് പറ, യേശുവിന്റെ ശരീരത്തിൽ തകർച്ചയില്ലെന്ന് പറ, യേശുവിന്റെ ശരീരത്തിൽ സമാധാനം ഇല്ലാത്തൊരവസ്ഥയില്ലെന്ന് പറ, യേശുവിന്റെ ശരീരത്തിൽ കലഹങ്ങൾ ഇല്ലെന്ന് പറ, യേശുവിന്റെ ശരീരത്തിൽ ജീവന്റെ വാഴ്ചയാന്ന് പറ. നാം യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് പ്രിയരെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം, യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് ഞാൻ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്, ഞാൻ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്, എന്റെ ശരീരം ദൈവത്തിന്റെ ശരീരമാണ്. ഇങ്ങനൊന്ന് പറഞ്ഞ്, ഇതാണ് ഇത് ഞാൻ എപ്പോഴും പറഞ്ഞു. നമുക്ക് എവിടെയാണ് ഈ ഒരു എന്താ പറയുന്നത്, ഈ പ്രശ്നം വരുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പ്രശ്നം നമ്മുടെ ശരീരമാണെന്നുള്ള വിശ്വാസമാണ്. അല്ല. നിങ്ങൾ ഈ വാക്ക് കണ്ടോ? നിങ്ങൾ ഇപ്പൊ വായിച്ച വാക്യമുണ്ട്, എബ്രായ ലേഖനത്തിന്റെ അകത്താണ് ആ വാക്യം. അല്ല, നമ്മൾ എഫേസ്യ ലേഖനം വായിച്ചപ്പോൾ വാക്കുകൊണ്ടോ, ക്രിസ്തു സഭയെ ചെയ്യുന്നത് പോലെ. അപ്പൊ കണ്ടോ, ക്രിസ്തു സഭയെ ചെയ്യുന്നത് പോലെ. അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത് പോലെ. അപ്പൊ എന്താ ചെയ്യുന്നത്? യേശു എന്താ ചെയ്യുന്നത്? സഭയെ എന്താ ചെയ്യുന്നത്? യേശു വായിച്ചിട്ട് പറ. യേശു അതിനെ പോറ്റി പുലർത്തുന്നു. എന്താ ഈ പോറ്റി പുലർത്തുക എന്നൊക്കെ പറഞ്ഞ അർത്ഥം? എന്ത് പോറ്റി പുലർത്തുക എന്നൊക്കെ പറഞ്ഞു? എന്ത് പോയത്? എന്ത് മലയാളം അതൊക്കെ? വേണ്ടതെല്ലാം ഇപ്പൊ നമുക്ക് മനസ്സിലായി, എന്റെ ദൈവമോ എന്റെ ആവശ്യങ്ങളൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തോണം ക്രിസ്തുവേശുവിൽ അത് പൂർണ്ണമായും തീർത്ത് തരും എന്ന് പറയാൻ കാരണം മനസ്സിലായോ? യേശു ക്രിസ്തുവിന്റെ ശരീരമാണ് ഇത്. കർത്താവിന് ഇതിനെ പോറ്റി പുലർത്തിയേ പറ്റത്തുള്ളൂ. എന്റെ ചോദ്യം, വഴിയേ പോകുന്ന ആർക്കെങ്കിലും നിങ്ങൾ രാവിലെയും വൈകിട്ട് ഉച്ചയും കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കുവോ? ഒരു പരിചയമില്ലാത്ത ആൾക്ക് വേണ്ടി? വഴിയെ പോകുന്ന ആർക്കേലും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പോറ്റി പുലർത്തി കൊടുക്കുവോ? നിങ്ങൾ ആർക്കാ അത് ചെയ്തു കൊടുക്കുന്നത്? നമുക്ക് വേണ്ടപ്പെട്ടവർക്കല്ലേ? ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമായവരെ, ഈ ദിവസങ്ങളിൽ ഒന്ന് ശക്തിപ്പെടാൻ തയ്യാറാണോ? എന്റെ കർത്താവ് എന്നെ പോറ്റി പുലർത്തും. കണ്ടോ? ഇവിടെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, പ്രശ്നം
നമ്മൾ ഇത് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങും മുതൽ പെട്ടെന്നൊരു കൈവേദനയോ നടുവേദനയോ തലവേദനയോ പ്രതികൂലം വരുമ്പോൾ ഉടനെ എൻ്റെ കർത്താവേ എന്ന് വിളിക്കാതെ, ഇത് യേശുവിൻ്റെ ശരീരത്തിന്റെ അവയവമാണ് ഞാൻ. ഓ ഹല്ലേലൂയ. എന്റെ ശരീരം യേശുവിന്റെ ശരീരത്തിന്റെ അവയവമാണെന്ന് പറഞ്ഞു പഠിച്ചേ. എന്റെ ഞരമ്പ് യേശുവിന്റെ ഞരമ്പാന്ന് പറ, എന്റെ അസ്ഥി യേശുവിന്റെ അസ്ഥിയാന്ന് പറ. ഞാൻ പറയുന്നതല്ല കേട്ടോ, നാം അവന്റെ ശരീരത്തിന്റെ അവയവമല്ലോ. കണ്ടോ? യേശു കണ്ണാടി വെച്ച് നടക്കുവോ? പറ. യേശു വടി കുത്തിപ്പിടിച്ച് നടക്കുവോ? പറ. യേശു ഏതെങ്കിലും ആശുപത്രി വഴി രോഗം പിടിച്ച് നടക്കുവോ? ഇല്ല. ബൈബിൾ പറയുന്നു, ഏകണ്ഠലംഘനത്താൽ മരണം ഏകനിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നിധിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവൻ. റോമർ 5, യേശു ക്രിസ്തു എന്ന ഏകനിമിത്തം ജീവനിൽ വാഴും. കണ്ടോ? ജീവന്റെ വാഴ്ച. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാവേ. എന്റെ കൂടെ പറയണമേ, ഞാൻ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. എന്റെ ശരീരം യേശുവിന്റെ ശരീരമാണ്. എന്റെ ശരീരം യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. നന്ദി കർത്താവേ. ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഈ സമയത്ത് വളരെ ശ്രദ്ധയോടെ ഇരിക്കണമേ. എറണാകുളത്ത് നമ്മുടെ പ്രാർത്ഥന എന്നാ നടക്കുന്ന അറിയാവോ? പ്രയർ സ്റ്റേഷൻ 28 എപ്പം? ഏത് സമയം? 10:30 മുതൽ 2 മണി വരെ. ആമേൻ. സ്ഥലം എവിടെ? ആമേൻ. അപ്പം എറണാകുളത്തിന്റെ ഭാഗത്തുള്ളവരും ഇനി യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തവരും, നിർബന്ധിക്കുന്നില്ല, ആഗ്രഹമുള്ളവർക്കും ആ കൂട്ടായ്മയിൽ പങ്കുചേരാം. വലിയ പ്രവൃത്തിയാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കുക തന്നെ ചെയ്യും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. നമുക്ക് ഒരുമിച്ച് ഇന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവർത്തിക്കായി ഈ സമയത്ത് ശ്രദ്ധിച്ചോണേ. അനാവശ്യമായിട്ട് സംസാരിക്കരുതേ. പ്രാർത്ഥിക്കണേ. കർത്താവ് എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, ഇന്ന് എന്നോട് അങ്ങ് സംസാരിക്കണമേ. എൻ്റെ കുടുംബത്തോട് അങ്ങ് ഇടപെടണമേ. എൻ്റെ ജീവിതത്തോട് അങ്ങ് സംസാരിക്കണമേ. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ. ഓ എൻ്റെ കർത്താവേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവേ, അങ്ങ് സ്പർശിക്കുന്നല്ലോ, അങ്ങ് തൊടുന്നല്ലോ. ഓരോ ഭവനങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന ഇന്ന് കേട്ടതുപോലെ രോഗികളായി ഭാരപ്പെടുന്നവർ, വേദനയാൽ ഭാരപ്പെടുന്നവർ നിർത്തരുതേ. പറഞ്ഞുകൊണ്ടിരിക്കണമേ, എൻ്റെ ശരീരം യേശുവിൻ്റെ ശരീരമാണ്. എൻ്റെ ശരീരത്തിൽ രോഗം വാഴത്തില്ല. ഇത് യേശുവിൻ്റെ ശരീരമാണ്. യേശുവിൻ്റെ ശരീരത്തിൽ രോഗം വാഴത്തില്ല. യേശുവിൻ്റെ ശരീരത്തിൽ വേദനയില്ല. യേശുവിൻ്റെ ശരീരത്തിൽ അനുഗ്രഹമാണ്. യേശുവിൻ്റെ കണ്ണാണ് എൻ്റെ കണ്ണ്. യേശുവിൻ്റെ ചെവിയാണ് എൻ്റെ ചെവി. നോക്കിക്കേ, യേശുവിൻ്റെ ശരീരം. ഓ റാഖല്ല മസിയാന്തിരി. ഭയങ്കര ഒരു ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുക കേട്ടോ. ഭയങ്കരമായൊരു ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുക. ഓ യേശു, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, 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 ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ജീസസ്. എന്നുള്ളത്തിൽ കർത്താവ് എന്നോട് ഉള്ളത്തിൽ പറയുന്നു, ദീപക് എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കാണുവാണ്. ജൂൺ മാസത്തിൽ ജനനം. ആ വ്യക്തിയാണോ, ആ കുടുംബത്തിൽ മറ്റാരെങ്കിലും ആണോ എനിക്കറിയത്തില്ല. ജൂൺ മാസത്തിൽ ഒരു ജനനം ഞാൻ ആ ഭവനത്തിൽ കാണുക. ഇന്ന് ആ വ്യക്തിയുമായി, ദീപക് എന്ന് പറയുന്ന വ്യക്തി, ജൂൺ മാസവുമായിട്ട് ബന്ധമുള്ളത് ആരാണോ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ പ്രവൃത്തി ദീപകിൻ്റെ ഭവനത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോവാ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഞാനിപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പം, ലോർഡ് ജീസസ്, എൻ്റെ കർത്താവ് ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ അങ്ങ് തൊടുന്നല്ലോ. അങ്ങയുടെ അത്ഭുതത്തെ അങ്ങ് റിലീസ് ചെയ്യുന്നല്ലോ. ആമേൻ പറഞ്ഞ് ഇന്ന് സ്വീകരിച്ചോണേ. കർത്താവ് പ്രവർത്തിക്കാൻ വേണ്ടി പോവാ. ദൈവം അത്ഭുതം ചെയ്യാൻ വേണ്ടി പോവാ. എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ, സ്വർഗത്തിലെ ദൈവമേ, അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ. ഓ ലോർഡ് ജീസസ്. അതോടൊപ്പം തന്നെ പറഞ്ഞു. മോന്റെ പേര് ദീപക് എന്നാണ്. അപ്പൊ ജൂൺ മാസമായിട്ട് ബന്ധം എന്ന് പറഞ്ഞാല് ശ്രുതിമോൾക്ക് ഇപ്പം ക്യാരിങ് ആണ്, മോന്റെ വൈഫിനെ. അപ്പൊ ജൂൺ മാസം ണ്ട്. അവര് സൗദി. ഹലോ,
ബ്രദർ മ്യൂട്ട് ചെയ്യൂ ബ്രദർ. ഇതാര് പിന്നെ ഇതിങ്ങനെ പറയണേ? ബ്രദറെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എത്രത്തോളം ഈ സൂം മീറ്റിംഗ് ഈസി അല്ല? നിങ്ങൾക്ക് മനസ്സിലായോ? കർത്താവ് തരുന്ന വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഭയങ്കര താങ്ക് യു ഹോളി ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ ഇരിക്കണേണ് ബ്രദറെ. ഞങ്ങൾക്കുള്ള ആലോചന കിട്ടുന്നു. താങ്ക് യു ഹോളി. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവരും പ്രെയർ സ്റ്റേഷനിലേക്ക് വരുന്ന കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആകാൻ പറ്റുന്ന ഏറ്റവും നല്ലത് കാര്യം. അവിടെ ആകുമ്പോൾ വേറെ ഡിസ്ട്രാക്ഷനുകളൊന്നുമില്ല. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അത് മ്യൂട്ട് തുറക്കാനൊക്കാതെ ഇങ്ങനെ നോക്കിയിട്ട് ഇത് ആരാൻ ചിലക്കൊണ്ട് അപ്പൊ അതങ്ങ് മ്യൂട്ട് ചെയ്ത് വെക്കണം. അപ്പൊ പിന്നെ അവർ മ്യൂട്ട് ഓഫ്. ഇത്രയും പേര് ഈ 1400 പേരടുത്ത് ആളുകളെ അങ്ങനെ നോക്കുക എന്നുള്ളത് ഒരാൾ മാത്രമേ ഇവിടെ ഇരിപ്പുള്ളൂ. ഇത്രയും ആൾക്കാരെ എനിക്ക് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. ഇടയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പൊ എപ്പോഴും തുറന്നു നോക്കാൻ പറ്റത്തില്ല. എത്ര ഇതായിട്ട് ദൈവത്തോട് അടുത്തിരിക്കുന്നത് ഒരു ആലോചന കേൾക്കാനൊക്കെ ഉണ്ട്. എല്ലാരും പ്രാർത്ഥിച്ച് യേശുവേ താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവേ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, പരിശുദ്ധാത്മാവേ ഇന്ന് കർത്താവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവെ അങ്ങയുടെ സാക്ഷ്യം ഉണ്ടാകട്ടെ, അങ്ങയുടെ അത്ഭുതകരമായ കൃപകൾ വെളിപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ റെനി എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. റെനി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. റെനിയുമായി ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് ആ ഭവനത്തിൻ്റെ അകത്ത് ഈ റെനിയുമായി ബന്ധപ്പെട്ട് തന്നെ കർത്താവിൻ്റെ ഒരു പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാ. റെനി ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. അപ്പൊ റെനിയുടെ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തി. ആ ബ്രദർ, എന്റെ മകന്റെ ഭാര്യയുടെ പേരാണ് റിനി. അവള് 3 വർഷമായിട്ട് അവളുടെ ഭവനത്തിലാണ്. വളരെ റെനി ആണോ സിസ്റ്റർ? റിനി അല്ല, റെനിയാണ്. റെനി എന്റെ ഒരു ഫ്രണ്ടാ ബ്രദറെ. ഞാനത് ഏറ്റെടുക്കുന്നത്. പുള്ളിക്കാരന്റെ വൈഫ് ഇതുപോലെ മോനെയും കൊണ്ട് പിണങ്ങി അവരുടെ വീട്ടിൽ നിൽക്കുവാണ്. റെനി ആണോ സിസ്റ്റർ? റെനിയാണ്. റിനി അല്ല, റെനി. താങ്ക് യു. റെനി ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു മോളാണ്. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി ഇതുവരെ തലമുറയില്ലാതെ ഭാരപ്പെടുന്നു. ഇന്ന് ഏറ്റെടുത്ത കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാം. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭവനത്തിന്റെ അകത്ത് ഒരു അടയാളം ഞാൻ ആ ഭവനത്തിന്റെ അകത്ത് കാണുന്നത് നമ്മുടെ ഈ മൺകുടങ്ങളുണ്ടല്ലോ, കുഞ്ഞു മൺകുടം, അതായത് ചെടിച്ചട്ടി, കുഞ്ഞു ചെടിച്ചട്ടിയാണ്. പക്ഷെ ഇത് മൺകുടത്തിന്റെ ഷേപ്പില് ഈ ഒരു ഗോൾഡൻ കളർ പോലെ, അതൊരു ആർട്ടിഫിഷ്യൽ, അതായത് എനിക്ക് തോന്നുന്നത് മൺചട്ടി നമുക്ക് ഒരിക്കലും സ്റ്റീലിന്റെ വരാൻ ഒരു സാധ്യതയില്ലല്ലോ. ഈ കുടത്തിന്റെ ഷേപ്പിലാണ് ഇത് ഇരിക്കുന്നത്. ഒരു ചെടിച്ചട്ടി, മൺചട്ടി അല്ല, ചെടിച്ചട്ടി പോലെ ഈ ഗോൾഡൻ കളറും പല വ്യത്യസ്തമായ കളറുകൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ആ ടൈപ്പ് തന്നെ ഉണ്ടത്. പക്ഷെ ഇതൊരു ഗോൾഡൻ കളർ പോലെ ഞാൻ കാണുന്നത്. ഇതൊരു ചെടിച്ചട്ടിയായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനത്തെ ഒരു സംഭവം, ഒരു അടയാളമായിട്ടൊരു ഭവനത്തിൽ ഞാൻ കാണുവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഏത് വീടുമായിട്ടാണ് അത് ബന്ധപ്പെട്ടത്, അത് ഇരിക്കുന്നത്, ഞാൻ ആ ഭവനത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ ഉള്ളത്തിലൊരു പ്രേരണ തരുവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ബ്രദർ, അത് എന്റെ വീട്ടിലാണ് ബ്രദർ. അത് പിന്നെ ടി വി സ്റ്റാൻഡിന്റെ നമ്മള് ഫ്ലവറൈസ് ഒക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു ഗോൾഡൻ പാത്രമാണ് സാറേ ബ്രദറെ. ഈ ചെടിയൊക്കെ വെക്കുന്നതാണോ? ചെടി വെള്ളത്തില് ചെടി ഇട്ട് വെക്കുന്ന. നന്ദി കർത്താവ്. അത് ഏറ്റെടുത്ത് ആ ഭവനത്തിന്റെ അകത്ത് ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടി പോവാണ്. നന്ദി യേശുവേ. കർത്താവിന്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടട്ടെ, നന്ദി കർത്താവ്. അതേതൊക്കെ ഭവനത്തിലാണോ ഉള്ളത് അതെല്ലാം സ്വീകരിച്ചോണേ. കർത്താവിന്റെ ഒരു പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഇന്ന് ഈ ഉച്ചയോടടുത്ത് ഒരു ഭവനത്തിൻ്റെ അകത്തൊരു കാഴ്ച ഞാൻ കാണുവാണ്. ഒരു ഗ്ലാസ് ഇങ്ങനെ താഴെ വീണ് പൊട്ടി. അത് പൊട്ടിയിട്ട് അതെടുത്ത് നിങ്ങളത് തൂത്തുവാരി അവിടെ നിന്ന് അത് മാറ്റി. പക്ഷെ അത് പറമ്പിലോട്ട് കളയാതെ വീടിൻ്റെ ഒരു സൈഡിലായിട്ട് കൊണ്ടുവന്ന് ആ പൊട്ടിയ പീസും എല്ലാം കൂടെ വെച്ചിരിക്കുകയാണ് ഒരു വീട് ഞാൻ കാണുക. ഇന്ന് സംഭവിച്ചതാണ്.
ഇന്ന് സംഭവിച്ച വീട്ടിലാണ് പാസ്റ്റർ. എന്റെ വീട്ടിൽ ബാക്കി എല്ലാരും മയക്കി. സിസ്റ്ററുടെ വീട്ടിലാണോ സിസ്റ്ററെ? എന്റെ വീട്ടിലാണ് പാസ്റ്റർ. അതെടുത്തൊരു ബക്കറ്റിനകത്ത് മാറ്റി വെച്ച്. ഇന്ന് ഉച്ചയ്ക്ക് സംഭവിച്ചതാണോ? അതെ അതെ. ഇൻ ദ നെയിം ഓഫ് ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ ഭവനം കാണിക്കുക കേട്ടോ. ആ ഭവനത്തിന്റെ അകത്ത് അതായത് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഈ സംഭവം നടന്നത് ഒരു അടയാളമായിട്ട് സിസ്റ്റർ. ഇന്ന് നടന്ന സാധനമല്ലേ ഇത്? അതുപോലെ ഇന്ന് തന്നെ ഇന്ന് കർത്താവ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു സിസ്റ്റർ. എന്നെ ഈ നവംബർ മാസം എന്നെ എടുത്തു കാണിക്കുക. നവംബർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി ഈ മാസം സംഭവിക്കും. ഒരു ദൈവിക മൂത്ത മോളുടെ കല്യാണ ഡേറ്റ് നവംബറിലാണ്. ഇന്ന് കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി അവിടെ സംഭവിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ കർത്താവെ, ഞങ്ങളുടെ സാക്ഷ്യം അവിടെ ഉണ്ടാകട്ടെ. അത്ഭുതകരമായ പ്രവൃത്തികൾ അവിടെ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനിപ്പോൾ ആ പൊട്ടിയ സമയത്ത് ഞാൻ ആ നിമിഷം പെട്ടെന്ന് തന്നെ ആ ഭവനത്തിൽ കർത്താവ് കൊണ്ടുപോയി. ഞാനത് കണ്ടത് ആ കാഴ്ച. ആ ഗ്ലാസ് ഉച്ചയ്ക്ക്, അത് ഉച്ച സമയം ഞാൻ കാണുന്നത് പൊട്ടുന്നത്. ഉച്ച സമയത്ത് തന്നെ ലെസ്റ്ററെ. അതെ അതെ. പാത്രം കഴുകിയിട്ട് എല്ലാം ഇത് പൊട്ടേണ്ട കാര്യമില്ല, പക്ഷെ എങ്ങനെയോ അങ്ങ് പിന്നെ സൈഡിൽ നിന്ന് വന്ന് വീണ് അങ്ങ് പൊട്ടിപ്പോയി. കണ്ടോ, ഇത് പൊട്ടാനുള്ളതും ഇന്ന് കേൾക്കാനുള്ളതും ഒക്കെ ആയിട്ടൊരു സമയമായിരുന്നു ഇത്. ഞാൻ കണ്ടപ്പം രാവിലെ അല്ല, വൈകുന്നേരവും അല്ല, വൈകിട്ടും അല്ല, ഉച്ചയ്ക്കാണ് താഴെ വീഴുന്നത് അല്ലേ? അതെ അതെ. അവിടെ ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ട്. ജസ്റ്റ് പറഞ്ഞാൽ താഴെ വീഴണമെന്ന് ഒരു സാധ്യത ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് ചില ആലോചനകളെ വെളിപ്പെടുവാൻ, ചില സാധനങ്ങൾ താഴെ വീണ് പൊട്ടുന്നതിന്റെ പിന്നിലും ഒരു പദ്ധതി ഉണ്ട് കേട്ടോ. കർത്താവെ ഞാനിന്ന് ബ്ലസ് ചെയ്യുന്നപ്പോ നവംബർ മാസം കുറിച്ചിട്ടോണെ വലിയൊരു പ്രവൃത്തി കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാം. നന്ദി യേശു. ആമേൻ പറഞ്ഞതിനെ ഏറ്റെടുത്തു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോ ഹാലേലൂയ, ഹാലേലൂയ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ രാജീവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനം കർത്താവിനെ എടുത്തു കാണിക്കുക. ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത്, രാജീവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത്, ആ വീടിന്റെ ഹോളിൽ തന്നെ ഒക്കേറി വരുന്നിടത്ത് തന്നെ ഒരു മാതാവിന്റെ ചിത്രം, മരണപ്പെട്ടു പോയതാണോ അതോ ജീവനുള്ള ആളാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒരു ചിത്രം, അമ്മയുടെ ആ ഒരു മാതാവിന്റെ ചിത്രം ആ ഭവനത്തിൽ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നെ ഏപ്രിൽ എന്ന് പറഞ്ഞ ഒരു മാസം ആ കുടുംബവുമായിട്ട് ഇങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ഏതാണോ ആ രാജീവിന്റെ ഭവനം, ഈ അടയാളം ശ്രദ്ധിച്ചു കേൾക്കുക. ഈ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട രാജീവിന്റെ ഭവനത്തിൽ ഈ പറഞ്ഞ അടയാളം നിൽക്കുന്ന ഭവനം ഏതാണോ, ദൈവത്തിന്റെ പ്രവൃത്തി ഇപ്പോൾ സംഭവിക്കാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിന്ദകളെ പറഞ്ഞു സിസ്റ്റർ. എന്റെ ചേട്ടന്റെ മോന്റെ പേര് രാജീവ് എന്നാണ്. അവന്റെ വല്യമ്മ മരിച്ചു പോരാൻ അവിടെ ഫോട്ടോ ഇരിപ്പുണ്ടോന്ന് എനിക്കറിയത്തില്ല കറക്റ്റ് ആയിട്ട്. ഞാൻ ചോദിച്ചിട്ട് നാളെ പറഞ്ഞോളാം. കേട്ടോ. അവന്റെ വിവാഹം ഒന്നും കഴിഞ്ഞിട്ടില്ല. 34 വയസ്സും ഉണ്ട്. ഏപ്രിൽ മാസമായിട്ട് എന്നാ ബന്ധം ചോദിക്കണേ. ചോദിക്കാം, ഞാൻ വൈകിട്ട് തന്നെ വിളിച്ചു ചോദിച്ചോളാം. ഞങ്ങൾ താഴെ അവര് കരോട്ടായിട്ടാണ്, അതുകൊണ്ട്. ഓക്കെ ശരി. ചോദിച്ചോളാം. നന്ദി കർത്താവേ, നന്ദി കർത്താവ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിപ്പോൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന യേശുവേ, ഞങ്ങളുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നു. ഞാനൊരു വ്യക്തിയുടെ ബാഗ് കർത്താവ് എന്നെ കാണിക്കുവാണേ. ആ ബാഗിന്റെ അകത്ത് താക്കോല് മാത്രമല്ല, താക്കോലിന്റെ ഒരു ചെറിയ താഴ് നിങ്ങൾക്ക് മനസ്സിലായില്ല, പൂട്ടുന്ന താഴും താക്കോലും കൂടെ ഒരു ബാഗിന്റെ അകത്ത് ഇട്ടിരിക്കുക. ആ ബാഗിന്റെ അകത്ത് തന്നെ ഞാനൊരു മൊബൈൽ ഫോണും, അതായത് ഒരു മൊബൈൽ ഫോൺ, അഥവാ മൊബൈൽ ഫോണിന്റെ കവറാണോ ഒരെണ്ണം കിടക്കുന്നത് ഞാൻ കാണുക. ഈ താക്കോലും താഴും അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അത് ഏത് വ്യക്തിയുടെ ബാഗാണോ അതിൻ്റെ അകത്ത് തന്നെ ഈ ഫോൺ ഞാൻ കാണുക. ഫോണിന്റെ പക്ഷെ പൗച്ച് തിരിച്ചു വെച്ചേക്കുന്ന പോലെ ഞാൻ കാണുന്നത്, തിരിച്ചു വെച്ചേക്കുന്ന പോലെ കാണുക. അതിൻ്റെ അകത്ത് കർത്താവെ, ആ ബാഗിന്റെ ഉടമസ്ഥനായ വ്യക്തി. അപ്പൊ ഞാൻ അതിൻ്റെ അകത്ത് മറ്റൊരു കാഴ്ചയും കൂടെ കാണുവാണ്. ആ പേഴ്സ് ഇങ്ങനെ തുറന്നു പിടിച്ചിരിക്കുന്ന പോലെ ഒരു കാഴ്ച ഞാൻ കാണുവാണ്. ഈ ബ്രൗൺ കളറിൽ എന്തോ ഒരു സാധനവും കൂടെ അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് ഏത് വ്യക്തിയുടെ ബാഗാണോ, ഏത് വ്യക്തിയുമായിട്ടത് ബന്ധപ്പെട്ടതാണോ, ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ്, ഞങ്ങളുടെ കരം ഇന്ന് ആ വ്യക്തിയുടെ മേൽ വെളിപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്.
യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ആ ദൈവിക ആലോചനയെ സ്വീകരിച്ചോണേ. കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇപ്പോൾ തന്നെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ലോർഡ് ജീസസ്, കർത്താവ് എന്ന വ്യക്തിയെ അങ്ങ് തൊടുന്നല്ലോ. ഈ സൂമിലോ യൂട്യൂബിൽ എവിടെയാണോ മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി കർത്താവേ. അതോടൊപ്പം തന്നെ കർത്താവിന്റെ ഉള്ളത്തിൽ ഒരു ഭവനത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഒരു നിയോഗം തരുക. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഇന്ന് ആ ഭവനത്തിന് വേണ്ടി, ബാക്കി എല്ലാവരും മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണം. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. താങ്ക് യു ജീസസ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു, വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പോൾ താങ്ക് യു ജീസസ്. അവസ്ഥകൾ മാറട്ടെ, അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ, പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയെ ഞങ്ങൾ അയക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, നിങ്ങളുടെ സാക്ഷ്യം അവിടെ വെളിപ്പെടുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, 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 താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ജീസസ്. ഇപ്പോൾ തന്നെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പാ. ഓരോ ഭവനത്തിന്റെ മേൽ കർത്താവ് ഞങ്ങളുടെ പ്രവൃത്തി അങ്ങ് അയക്കുന്നല്ലോ. ഓരോ ഭവനത്തിന്റെ മേൽ അങ്ങയുടെ ശക്തി അങ്ങ് അയക്കുന്നല്ലോ. ഓരോ വ്യക്തികളുടെ മേൽ അങ്ങയുടെ ശക്തി അങ്ങ് അയക്കുന്നല്ലോ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. ദിവ്യ സമാധാനം വെളിപ്പെടട്ടെ അപ്പ, ദിവ്യ സമാധാനം വെളിപ്പെടട്ടെ അപ്പ. ഓരോ വ്യക്തികളുടെ ശരീരത്തിന്റെ മേൽ, അവരുടെ ലൈഫിന്റെ മേൽ കർത്താവെ അങ്ങയുടെ ശക്തി അങ്ങ് വെളിപ്പെടുത്തി അവരായിരിക്കുന്ന എല്ലാ വിഷയത്തിന്റെ മേൽ അങ്ങയുടെ പ്രവൃത്തി അങ്ങ് അയക്കണേ അപ്പൊ. എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ ശക്തി അങ്ങ് വെളിപ്പെടുത്തുന്നല്ലോ, അങ്ങയുടെ പ്രവൃത്തികളെ അങ്ങ് അയക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാൻ 2 വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത്തിൽ പറയുവാണ്. അമലും അഖിലും, ഈ 2 വ്യക്തികളുള്ള ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. അമലും അഖിലും, ഈ 2 വ്യക്തികളുള്ള ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ 2 പേരുകൾ കാണുന്ന ഭവനം ഏതാണോ, അമൽ അഖിൽ, ഭവനത്തിന്റെ മേൽ പറഞ്ഞു സിസ്റ്ററെ. എന്റെ ഭർത്താവിന്റെ പെങ്ങളുടെ മക്കളാണ് അഖിലും അമലും. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി സിസ്റ്ററെ പ്രാർത്ഥിച്ചോണേ. കർത്താവ് ഇന്ന് അവരെ തൊടാൻ വേണ്ടി പോകട്ടോ. ആ ഭവനത്തിന് വേണ്ടി പ്രത്യേകിച്ച് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ദുഷ്ടന്റെ ദൃഷ്ടി അവരെ വിട്ട് മാറിപ്പോകേണ്ടതിന് കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം അവിടെ ചെയ്യാൻ വേണ്ടി പോകട്ടോ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ജീസസ്. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. പരിശുദ്ധാത്മാവേ, കർത്താവെ, ഓരോ ഭവനങ്ങളെയും അങ്ങ് തൊടുന്നല്ലോ, ഓരോ ഭവനങ്ങളെ അങ്ങ് തൊടുന്നല്ലോ. അവർ അതിരുകളെ അങ്ങ് വിസ്താരമാക്കുന്നല്ലോ, അവർ വിഷയങ്ങളുടെ മേൽ അങ്ങ് പ്രവർത്തിക്കുന്നല്ലോ, പ്രതിസന്ധികളുടെ മേൽ അങ്ങ് പ്രവർത്തിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആഴമായൊരു ദൈവപ്രവൃത്തി, ആഴമായൊരു ദൈവപ്രവൃത്തി ഭവനങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ ഒരു കർത്താവ് ഒരു 1961 ജനിച്ചൊരു വ്യക്തി, 1961 ജനിച്ച ഒരു വ്യക്തി. ആ വ്യക്തി തീർന്നിട്ടില്ല. 1961 മെയ് മാസമാണ് കാണിക്കുന്നത്. 1961 മെയ് മാസം ജനിച്ച ഒരു വ്യക്തിയുടെ ശരീരത്തിൽ, ആ കുടുംബത്തിൽ ആ വ്യക്തിയുടെ ശരീരവുമായി ബന്ധപ്പെട്ട് കുരുക്ക് കിടക്കുന്നതിനെ ഇന്ന് കർത്താവ് അഴിക്കുന്നു. ആ വ്യക്തിയുടെ ഭവനത്തിൻ്റെ അകത്തൊരു ലൈറ്റ് പ്രകാശിക്കുന്നത് പോലെ ചില നന്മകൾ പ്രകാശിച്ച് വെളിപ്പെടാൻ വേണ്ടി പോവാണേ. അത് ഏത് വ്യക്തിയാണ് സിസ്റ്റർ ആണത്? ഞാൻ 1961 മെയ്, എന്റെ 26/5/1961 മെയ്, എന്റെ ഈ മാസം എന്റെ ബർത്ത്ഡേ. 1961 മെയ് മാസമാണ് സിസ്റ്റർ ജനിച്ചല്ലേ? അതെ 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 അതെ. കർത്താവിന് തൊടുക കേട്ടോ.
ഇന്നൊരു ലൈറ്റ് പ്രകാശിക്കുന്നത് പോലെ ഒരു പ്രകാശം കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ, ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അത്ഭുത കരം ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. ദുഷ്ടന്റെ പദ്ധതികൾ തകർന്നു പോകട്ടെ, പിശാചിന്റെ പ്ലാനുകൾ തകരട്ടെ, ദുഷ്ടന്റെ ആശ നശിക്കും, അവൻ പല്ല് കടിച്ച് ഉരുകി പോകുന്നുള്ള വചനത്താൽ അനുഗ്രഹിക്കുന്നു. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണേ. കർത്താവെ, ഇന്ന് വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു, വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു, വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. കർത്താവെ, ഇന്ന് കർത്താവ് നിങ്ങളുടെ ഭവനങ്ങളെ തൊടും. ദൈവം നിങ്ങളുടെ അവസ്ഥകളെ മാറ്റും. പരിശുദ്ധാത്മാവിന്റെ വലിയ വീര്യപ്രവർത്തികളെ കർത്താവ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോവാ. ഞാനൊരു വീടിന്റെ അകംവശത്തൊരു അടുക്കള ഞാൻ ഈ അടയാളമായി കാണുവാണ്. ഇപ്പൊ ഞാൻ ആ അടുക്കള വശത്തായിട്ട് നിൽക്കുന്നതായിട്ട് ഞാൻ കാണും, അതിൻ്റെ അകത്ത് നിൽക്കുവാണ്. അപ്പൊ ഞാൻ അവിടെ കാണുന്നത് ഈ വീടിന്റെ അടുക്കളയിലെ ആ ഒരു നമ്മുടെ ആ ഒരു തിട്ട, മീൻസ് നമ്മളെ സാധനം വെക്കുന്ന ഒരു തട്ടുണ്ടല്ലോ, സാധാരണ സ്ലാവ് അല്ലേ, അടുക്കളയിൽ തന്നെയുള്ള സാധനമൊക്കെ വെക്കുന്നത്. അവിടെ ഞാൻ കാണുന്നത് ഒരു പാത്രമാണ്. ആ പാത്രം റെഡ് കളറിലെ ഒരു ഇതുള്ളതാണ്, റെഡ് കവറിങ് ഉള്ളൊരു പാത്രമാണ്. അതിങ്ങനെ അവിടെ ഇരിക്കുക. പക്ഷെ ആ വീട്ടിലുള്ള ആളുടെ അല്ല ആ സാധനം, മറ്റൊരു വീട്ടിൽ നിന്ന് അത് കൊണ്ടുവന്നതാണ്. അത് ഇപ്പം നിങ്ങൾ അവിടെ തന്നെ അത് വെച്ചിരിക്കുകയാണ്, തിരിച്ചു കൊടുത്തിട്ടില്ല. ചുവന്ന കളറിലെ ഈ കവറിങ് ഉള്ള ഒരു സാധനമാണ്. അതിപ്പോൾ ഇരിക്കുന്നത് നിങ്ങളുടെ അടുക്കളയിലാണ്. അതിരിക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ആ സ്ലാവേല് പാത്രങ്ങളുടെ ഇടയിൽ നിന്ന് മാറി ഇതിരിക്കുന്നത്, അതവിടെ തന്നെ വേർപെട്ടിരിക്കുകയാണ്. ആ കൊണ്ടുവന്ന ആ വന്ന വീട് അവർക്ക് വേണ്ടി, ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണോ, എവിടെ നിന്നാണ് വന്നത്, അവർക്ക് വേണ്ടിയാണെന്ന് പ്രാർത്ഥിക്കുവാൻ നിയോഗം. നിങ്ങളുടെ അകത്തിരിക്കുന്ന ഒരു സാക്ഷ്യം അവർക്കും ക്രിസ്തുവിലേക്ക് വരുവാൻ, എന്ന് കേട്ടതുപോലെ കർത്താവിൻ്റെ ശരീരത്തിലേക്ക് വരുവാൻ ഒരു മുഖാന്തിരമാണെന്നാ പറഞ്ഞത്. ഏത് ഭവനത്തിലാണോ അതിരിക്കുന്നത്, ഏത് ഭവനത്തിലെ അടുക്കളയിലാണോ അതിരിക്കുന്നത്, ചുവന്ന കവറിങ് ഉള്ള ഈ സാധനം നിങ്ങളുടെ സ്വന്തമല്ലത്, മറ്റൊരു ഭവനത്തിലുള്ളതാണ്. ഇപ്പോൾ തന്നെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ആ സാക്ഷ്യം തുറന്നു വരട്ടെ. ഇപ്പോൾ തന്നെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പ ആ ഭവനത്തിൻ്റെ അകത്ത് സാക്ഷ്യം തുറക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും പറഞ്ഞു. സിസ്റ്ററെ, ബ്രദറെ, അത് എന്റെ മകളുടെ ഒരു ഫയലാണ്, ഒരു ചുവന്ന ഫയൽ കവറ്. അതിനകത്തിട്ടാണ് മകളുടെ ഒരു സർട്ടിഫിക്കറ്റ്, പിന്നെ ഇന്റർവ്യൂവിന് അയക്കേണ്ട സർട്ടിഫിക്കറ്റും പിന്നെ അതിന്റെ ലെറ്ററും വച്ചിരിക്കുന്നത്. നമ്മള് അവളുടെ ബയോഡേറ്റ എല്ലാം അതിൽ കോപ്പി എടുത്ത് വെച്ചിരിക്കുന്നു. ഇല്ല, ഇത് പാത്രത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. പാത്രമാണ് ആ ഭവനത്തിന്റെ അകത്ത് റെഡ് കളർ വെച്ചൊരു പാത്രമാണ് ഞാൻ ഈ പറയുന്നത്. പാത്രമാണ് ചുമന്ന കളറിലെ ഒരു കാസ്ട്രോ പാത്രം അടുത്തുനിന്ന് കൊണ്ടുവന്നതാണ്, നമ്മുടെ അല്ലാതെ അടുക്കളയിൽ മേശപ്പുറത്താണ് ഇരിക്കുന്നത്, ഊണുമേശയുടെ കൊടുത്ത്. അത് ആരുടെ രജിസ്റ്ററേ? അത് അപ്പയുടെ അനിയന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന, തൊട്ട് ഫ്രണ്ടിലാ താമസിക്കുന്നത്. നമ്മള് പാത്രങ്ങൾ വെക്കുന്നതിൽ മാറ്റിയാണ് ഇത് വെച്ചിരിക്കുന്നത്. മാറ്റി ഊണുമേശയും അടുക്കളയും ഒരുപോലെയാണ്, നീളത്തിലാണ്. അപ്പൊ അവിടെ ഊണുമേശയുടെ പുറത്താണ് ആ കാസ്ട്രോ വെച്ചിരിക്കുന്നത്. ചുവപ്പ് കളറാണ്. ചുവപ്പ് കളറുള്ളതാ. അതെ, അടുക്കളയിൽ തന്നെയാണ് ഈ സാധനം ഇരിക്കുന്നത്. അതെ, അടുക്കളയിൽ തന്നെ ഇരിക്കുന്നത്. വീട് പണിതപ്പോഴത്തേക്ക് ഊണുമുറി അടുക്കളയും കൂടെ നീളത്തിൽ ഒരുപോലെ പണിതേക്കും. അടുക്കളയിൽ തന്നെ ഈ സാധനം നമ്മുടെ അല്ല, നമ്മുടെ വീട്ടിലെ സാധനം അല്ല ഇത്. അല്ല ആന്റിയുടെയാണ്. ഇന്ന് കർത്താവ് പറയാണ്, നിങ്ങളുടെ സാക്ഷ്യം അവർക്ക് യേശുവിലേക്ക് വരാൻ ഒരു മുഖാന്തരമാകാൻ വേണ്ടി പോവാ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ച് യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് അങ്ങനെ തന്നെ തുറക്കുകയാണ്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവ്. പറഞ്ഞു. ഒരു പാത്രം, അതുപോലത്തെ ഒരു പാത്രം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വേറൊരു വീട്ടിൽ നിന്ന് ചുമന്ന കളറിന്റെ പാത്രം തട്ടിന്റെ പുറത്ത് കഴുകി വെച്ചിട്ടുണ്ട്, അടുക്കളയുടെ താഴെ.
ഇപ്പൊ എത്ര വീട്ടിൽ അതിൽ ഇവിടെ ഇരിക്കുന്ന പാത്രം അങ്ങനെ വേറൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. കാണിച്ചു തരാം, ഓൺലൈനിൽ കാണിച്ചു തരാം. റെഡ്, നീ കേട്ടെ, റെഡ് കളറിലെ കവറിങ് ഉള്ളതാണോ? റെഡ് കളറിലെ കവറിങ് ഉള്ളതാണോ? അതെ. ഇനി കേട്ടെ, ഈ പാത്രം ഇരിക്കുന്ന ഭവനത്തിൽ മാർച്ച് മാസത്തിൽ ജനിച്ച ഒരു വ്യക്തി, ഇപ്പോൾ ആ ഭവനത്തിന്റെ അകത്ത് മാർച്ച് മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയുള്ള ഭവനം ഏതാ? ഈ സാധനം ഇരിക്കുന്ന മാർച്ച് മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയുള്ള ഒരു ഭവനമാണിത്. ഇത്രയും നമ്മൾ ബാക്കി എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇത്രയും കേട്ടെ ബാക്കി മ്യൂട്ട് ചെയ്തേ. ഇത് കേട്ട് ഇത്രയും ആൾക്കാർ വന്നതുകൊണ്ട് മാർച്ച് മാസം എന്നെ രണ്ടാമത് എടുത്ത് കാണിക്കുവാണ്. മാർച്ച് മാസം അതുമായി ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം അവിടെ ചെയ്യാൻ വേണ്ടി പോവാ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഞങ്ങളിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ഞങ്ങളുടെ കൃപ അവിടെ പെരുകുന്നല്ലോ, ഞങ്ങളുടെ സാക്ഷ്യം അവിടെ പെരുകുന്നല്ലോ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി. പറഞ്ഞു. അത് ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നുണ്ട്. എന്റെ ചേച്ചിയുടെ മോള് വാങ്ങിച്ച പാത്രമാണിത്, ഒരു കാസറോള്. ഈ പറഞ്ഞ പോലെ റെഡ് കവറിംഗ് ആണോ സിസ്റ്റർ ഇത്? അതെ അതെ. ഈ മാർച്ച് മാസവുമായിട്ട് എന്താ സിസ്റ്റർ അതിന് കണക്ഷൻ? ചേച്ചിയുടെ മോള് ജനിച്ചത് മാർച്ച് 13-നാണ്. എന്റെ മോൻ ജനിച്ചത് മാർച്ച് 19-നാണ്. അതായത് ഈ പാത്രത്തിന്റെ ഉടമസ്ഥയായിട്ടുള്ള ഭവനത്തിലെയാണ് ഈ പറയുന്നത് മാർച്ച്. അതെ അതെ, മാർച്ച് 13-ന് ചേച്ചിയുടെ മോള് വാങ്ങിച്ചതാണ്. ചേച്ചിയുടെ മോള് വാങ്ങിച്ച പാത്രം. ഈ ചേച്ചിയുടെ മോളാണ് ഇത് വാങ്ങിച്ചത്. ഈ മോള് ജനിച്ചത് മാർച്ച് മാസമാണ്. മാർച്ച് 13-ന്. എന്റെ മോൻ ജനിച്ചതും മാർച്ച് 19-ന്. രണ്ടുപേരുണ്ട്. നന്ദി യേശു. ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിന്റെ പൊസിഷൻ, ഈ കവറിംഗ് ഉള്ള പാത്രം. നന്ദി കർത്താവി. അന്ന് ഭവനത്തിന്റെ അകത്ത് നിങ്ങളുടെ സാക്ഷ്യം ആ കുടുംബത്തിന്റെ ഒരു അനുഗ്രഹമാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോകട്ടോ. നന്ദി യേശുവേ, നന്ദി കർത്താവി. ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പ ഈ ടെലിവിഷൻ, ഈ TV മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് കണക്ഷൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവിനെ കാണിക്കുക. ജോലിയുമായി ബന്ധപ്പെട്ട ഈ മീഡിയയുമായിട്ട്, TV മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. അതുമായിട്ട് ജോലി ഉണ്ടായിരുന്ന ഒരു കണക്ഷൻ ഉള്ളൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. അങ്ങനെ ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഇങ്ങനെ ജോലി ഉണ്ടായിരുന്നെന്നൊരു വാക്കാണ് ഞാൻ കേൾക്കുന്നത്. ഇപ്പം എനിക്ക് അതുകൊണ്ട് അറിയത്തില്ല അതുണ്ടോയെന്ന്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ടൊരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുക. മീഡിയയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞാൻ ഇന്ന് ആ ഭവനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഭവനം ഏതാണോ ഇന്ന് ആ ഭവനത്തിന്റെ മേൽ കർത്താവെ ഞങ്ങളുടെ വലിയ പ്രവൃത്തി ദൈവം ചെയ്യാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്, ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നു. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. പറഞ്ഞു സിസ്റ്ററെ. ഞാൻ ഒരു 2-3 വർഷം മുമ്പ് മീഡിയയിലായിരുന്നു വർക്ക് ചെയ്തത്. ഞാനൊരു പ്രാർത്ഥന ശുശ്രൂഷ വർക്ക് ചെയ്തതാ. അത് രാവിലെ 6 മണി തൊട്ട് 7 മണി വരെയും, വൈകിട്ട് ഇതുപോലെ തന്നെ 6 മണി തൊട്ട് 7 മണി വരെയും പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നതാ. ഞാൻ അങ്ങനെ ഒരു പ്രാർത്ഥന സെന്ററിൽ വർക്ക് ചെയ്തതാ. മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട മീഡിയ. അതെ അതെ അതെ. പബ്ലിക്കായിട്ട് ആ ഒരു ഇതിന്റെ കാര്യം പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. പ്രാർത്ഥന ഇതായിരുന്നു, ഹാർവെസ്റ്റിന്റെ. കുഴപ്പമില്ല സിസ്റ്റർ. എന്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വാക്ക് പറഞ്ഞ് വർക്ക് ചെയ്തിരുന്ന, ഞാൻ എടുത്തു പറഞ്ഞു, എത്ര പേര് ഇത് കേട്ടായിരുന്നു? നേരത്തെ അത് വർക്ക് ചെയ്തിരുന്ന. ഇപ്പൊ സിസ്റ്റർ അവിടെ വർക്ക് ചെയ്യുന്നില്ല? ഇല്ല പാസ്റ്റർ. കർത്താവ് പറയുന്നു അതുമായി ബന്ധപ്പെട്ട് ചില ബെനിഫിറ്റുകൾ ദൈവത്തിൽ നിന്ന് ലഭിക്കാൻ വേണ്ടി അതാ ഞാൻ പറയാൻ വേണ്ടിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചില ബെനിഫിറ്റുകൾ ദൈവത്തിൽ നിന്ന്, മനുഷ്യരിൽ നിന്നല്ല, ദൈവത്താൽ അത് വെളിപ്പെടാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. എന്നുള്ളത് കർത്താവ് പറയുന്നു. ഇങ്ങനൊരു വാക്കെന്നുള്ളത് പറയാം, അത് ഓർക്കുമ്പോൾ ചില ഭാരങ്ങളാണ്. പക്ഷെ കർത്താവ് ഇന്ന് യേശുവിന്റെ നാമത്തിൽ ദൈവാനുഗ്രഹമുള്ള ഒരു വാക്തത്വമുള്ള ഒരു അനുഗ്രഹത്തിന്റെ വാതിൽ
ദൈവം തുറക്കാൻ വേണ്ടി പോകട്ടോ. ഞാൻ അനുഗ്രഹിച്ചു എനിക്ക് പ്രാർത്ഥിക്കുന്നു. വളരെ ആഗ്രഹമായിരുന്നു പാസ്റ്ററെ അവിടെ നിൽക്കാനാകും. പിന്നെ വിവാഹം കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറിയതാണേ. പക്ഷെ കർത്താവ് എന്നോട് പറയുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ദൈവം ഒരു പ്രതിഫലം തരും സിസ്റ്ററെ. ആ ഭാരം ദൈവത്താൽ മാറിപ്പോവും കേട്ടോ. ഞാൻ അനുഗ്രഹിച്ചു ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ ഒരു 6 വർഷം 7 വർഷത്തോളം ഞാൻ അവിടെ നിന്നതാണേ. ആണല്ലേ? കർത്താവ് ഇന്ന് അത് വലിയൊരു സാക്ഷ്യമാക്കി സിസ്റ്ററെ മാറ്റും കേട്ടോ. നന്ദി കർത്താവേ, ആമേൻ. നന്ദി പരിശുദ്ധാത്മാവേ. ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, പ്രിയമകൾക്ക് വേണ്ടി അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണല്ലോ. യേശുവേ നന്ദി, യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു ഭവനം കർത്താവ് എന്നെ കാണിക്കുക. ഈ ഭവനത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വഴിമധ്യേ ഞാനൊരു ഈ ട്രാവലർ എന്ന് പറഞ്ഞ വണ്ടി ഉണ്ടല്ലോ, ആംബുലൻസ് പോലെ ഇരിക്കുന്ന ട്രാവലർ, ആംബുലൻസ് അല്ല, അതിൻ്റെ അതേ ഷേപ്പിനുള്ള ട്രാവലറുകളുണ്ടല്ലോ, അത് ആംബുലൻസിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ആ വണ്ടി. അല്ലാതെ ഓട്ടം പോകുന്ന ടൂറിസ്റ്റ് പോലെ പോകുന്ന ട്രാവലറുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ട്രാവലർ കിടക്കുന്ന ഒരു വീട് കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പോട്ട് പോയി എത്തിപ്പെടുന്ന ഒരു സ്ഥലം. അവിടെ ഒരു ഭവനത്തിൽ ജോബി എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കാണുക. ഈ ട്രാവലറിൻ്റെ ഉള്ള വീട് കഴിഞ്ഞിട്ട്, ഈ സ്ഥലം കഴിഞ്ഞിട്ട് മുന്നോട്ട് പിന്നെയും പോവുക. അതിന് ശേഷമാണ് ഈ ഭവനം ഞാൻ കാണുന്നത്. ജോബി എന്ന് പറഞ്ഞൊരു പേരാണ് ഞാൻ കേൾക്കുന്നത്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇന്ന് ആ ഭവനത്തിൻ്റെ അകത്തുനിന്നും 2 ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യങ്ങളെ കർത്താവ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോവാ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞാൻ ഇപ്പോൾ തന്നെ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ആ ജോബിയുടെ ഭവനം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. ദൈവത്താൽ പുഷ്ടി പ്രാപിക്കാൻ വേണ്ടി പോവാ. ദൈവത്താൽ സാക്ഷ്യമുളവാകാൻ വേണ്ടി പോവാ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഇപ്പോൾ തന്നെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ആമേൻ പറഞ്ഞ് ആ ജോബിയുടെ ഭവനം സ്വീകരിച്ചോണേ. ദൈവത്തിന്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടാൻ വേണ്ടി പോവാ. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞങ്ങളുടെ കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ആ മകനെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ആ ഭവനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇപ്പോൾ പറഞ്ഞു മിസ്റ്ററെ. ബ്രദറെ, മുമ്പേ ഒരു ആലോചന പറഞ്ഞില്ലായിരുന്നോ? ബാഗിനകത്തൊരു താക്കോല് കിടക്കുന്നു, പിന്നെ അതിനകത്ത് അത് മൊബൈൽ മേടിച്ച കവറാ കിടക്കുന്നത്. അത് എന്റെ ഭവനമായിരുന്നു. സിസ്റ്ററുടെ ഭവനത്തിലായിരുന്നു, ബാഗിന്റെ അകത്തായിരുന്നു കിടക്കുന്നത്, കവറായിരുന്നു അത്. മൊബൈൽ വാങ്ങിച്ച കവറും അതിനകത്ത് താക്കോലും കിടപ്പുണ്ട്. ഞാനിപ്പോ നോക്കിയപ്പോ അതിനകത്തുണ്ടായിരുന്നു. ഞാൻ അതാണെന്ന് കൺഫ്യൂഷൻ ആയത്, മൊബൈലാണോ കവറാണോ എടുത്തെടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു അല്ലേ. കാര്യം മൊബൈല് പോലെ കാണുന്നുണ്ട്, അതുപോലെ തന്നെ കവറായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എടുത്ത് ഞാൻ പറഞ്ഞു മൊബൈലിന്റെ കവറാണോ എന്ന് ഞാൻ എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. സിസ്റ്ററുടെ ബാഗിൽ അത് കിടക്കുന്നത് എന്തോ? എന്റെ വീട്ടിൽ ഇതുപോലെ തന്നെ ബാഗിന്റെ അകത്ത് താഴും താക്കോലും അതോടൊപ്പം മൊബൈലും ഉണ്ട്. ഈ ബാഗിന്റെ അകത്ത് കിടക്കുന്നത് മൊബൈലും ഉണ്ട്. രണ്ടുപേരും ഒരേ ആലോചന, രണ്ടുപേർക്കും ഒരേ ആലോചന അല്ലേ. ഡിസംബർ എന്നുള്ളൊരു മാസം രണ്ടുപേർക്കും വേണ്ടി കർത്താവ് എന്നെ എടുത്തു കാണിക്കുക. ഡിസംബർ മാസം എന്നെ എടുത്തു കാണിക്കുക. എഴുതി വെച്ചോണേ. കർത്താവിന്റെ ഒരു സന്തോഷ വാർത്ത കേൾക്കുവാൻ ഇടയായിത്തീരും. ഇതുമായിട്ടൊരു കണക്ഷനും നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തുണ്ട്. ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ ഞങ്ങളുടെ അത്ഭുത കരം എന്ന് വെളിപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഒരു സെക്കൻഡ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണേ. ഈ ദിവസം ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, എനിക്കൊരു സാമ്പത്തിക അനുഗ്രഹം ആവശ്യമുള്ളവർ, സാമ്പത്തികമായിട്ടൊരു ഉയർച്ച ആവശ്യമുള്ളവർ, അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഈ നിമിഷം നിങ്ങൾ മൈക്കുകളൊക്കെ നിങ്ങൾ ഈ നിമിഷം മ്യൂട്ട് ചെയ്യണേ. പേഴ്സൊക്കെ എടുത്തു വെച്ചോണം. ATM പേഴ്സും ഒക്കെ എടുത്തു വെച്ചോണം. കർത്താവ് ഇന്ന് വഴികൾ തുറക്കാൻ വേണ്ടി പോവാണ്. മിറക്കിൾ മണികൾ നിങ്ങളിൽ സംഭവിക്കാൻ വേണ്ടി പോവാണ്. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ്, ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. വലിയ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ.
വിതച്ചവരെ അനുഗ്രഹിക്കുന്നു. അത്ഭുതകരമായ സാക്ഷ്യമായി തീരട്ടെ. നന്ദി യേശുവേ. ഈ നിമിഷം തന്നെ രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം രോഗമുള്ള ഭാഗത്ത് കൈവച്ച്, ഒരു മിറക്കിൾ മണി ആഗ്രഹിക്കുന്നവരെല്ലാം പേഴ്സൊക്കെ തുറന്നു വെച്ച്, ഇന്ന് കർത്താവ് എടുക്കും തോറും വർദ്ധിക്കുന്ന ഒരു സോഴ്സ് തുറക്കാൻ, മൾട്ടിപ്ലിക്കേഷൻ, നമ്മൾ ഇന്നലെ കേട്ട്, വർദ്ധിപ്പിക്കുവാനുള്ളൊരു കൃപ നമ്മളിലുണ്ട്. ഇരട്ടി ഉണ്ടാവും. എന്തിനാണെന്നറിയാവോ? നമ്മുടെ നന്മകൾ സൂപ്പർ നാച്ചുറലാണ് വരുന്നത്. നമ്മുടെ നന്മകളെല്ലാം സൂപ്പർ നാച്ചുറലാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വർദ്ധിക്കട്ടെ, വർദ്ധിക്കട്ടെ, വർദ്ധിക്കട്ടെ. ബിസിനസ്സുകൾ വർദ്ധിക്കട്ടെ. ജോലി മേഖലയിൽ വർധനമുണ്ടാകട്ടെ. കടഭാരങ്ങൾ അത്ഭുത സാക്ഷ്യമായി മാറട്ടെ. ജപ്തികൾ മാറിപ്പോകട്ടെ. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. കയ്യിൽ നന്മ വരട്ടെ. സാമ്പത്തിക നന്മകൾ ഉണ്ടായി വരട്ടെ. ഉയർച്ചകൾ ഉണ്ടായി വരട്ടെ. പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ. ഈ സമയത്ത് ശരീരത്തിൻ്റെ അകത്ത് വേദനയോ രോഗത്താൽ ഭാരപ്പെടുന്ന ആളുകൾ എന്നെ ഇന്ന് കേൾക്കുന്നുണ്ടോ? ശരീരത്തിൻ്റെ അകത്ത് വേദനയാലോ രോഗത്താലോ ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുണ്ടോ? ഒന്ന് കൈയെടുത്ത് വെക്കാവോ? നന്ദി യേശുവേ. ഞങ്ങൾ ഇപ്പോൾ തന്നെ കണ്ണാടിയൊക്കെ ഊരണേ, ചെവിയിൽ ഇയർബഡ്സ് ഒക്കെ എടുത്ത് മാറ്റണമേ. ആ മുട്ടിൻ്റെ മേലും നടുവിൻ്റെ മേലും എവിടെയാണോ കഴുത്തിൻ്റെ അവിടെയൊക്കെ വേദന ഉള്ളവർ, ഏത് ഭാഗത്താണോ ശരീരത്തിൽ വേദന ഉള്ളവർ, നീരുള്ളവർ, മുഴകളുള്ളവർ, നടക്കാൻ കഴിയാത്തവർ, സ്ട്രക്ചറിൽ കൈവെക്കുന്ന സ്ട്രക്ചറൊക്കെ എടുത്ത് മാറ്റിക്ക്. എവിടെയുള്ള നീരുന്നേ ആ വോക്കറൊക്കെ എടുത്ത് മാറ്റിക്ക്. വോക്കറൊക്കെ ഒന്ന് മാറ്റിക്ക്. വോക്കറൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ഫ്രീ ആയിക്ക്. യേശുവെ റെഡി ആയിക്ക്. കർത്താവ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് ഇപ്പോൾ തന്നെ അങ്ങയുടെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ രോഗത്തെ, മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. കർത്താവ് ഞങ്ങളുടെ രോഗത്തെ വഹിച്ചതാ. കർത്താവ് ഞങ്ങളുടെ വേദന ചുമന്നതാ. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശു എൻ്റെ രോഗത്തെ വഹിച്ചതാണ്. മ്യൂട്ട് മാറ്റണ്ട, നിങ്ങൾ ഭവനത്തിൻ്റെ അകത്തിരുന്ന് പറഞ്ഞാൽ മതി. യേശു എൻ്റെ രോഗത്തെ വഹിച്ചതാണ്. കർത്താവ് എൻ്റെ വേദന ചുമന്നതാണ്. ഇപ്പോൾ എൻ്റെ കാഴ്ച വരുന്നു. ഇപ്പോൾ എൻ്റെ വേദന മാറുന്നു. ഇപ്പോൾ എൻ്റെ നീര് വറ്റിപ്പോകുന്നു. ആ മുഴകൾ ചുങ്ങിപ്പോകുന്നു. ആ നടക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ട്, വോക്കറിൻ്റെ സഹായമില്ലാതെ, വീൽ ചെയറിൻ്റെ സഹായമില്ലാതെ ഞാൻ നടക്കും. യേശു ജീവിക്കുന്നു. ഓ, യേശു ജീവിക്കുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളുടെ സഹായകൻ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഒരിക്കലും ഒരു ദോഷവും ഞങ്ങൾക്ക് വരത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കൽപ്പിക്കുന്നു. ഈ നിമിഷം തന്നെ ആ രോഗശക്തികൾ വിട്ടു മാറട്ടെ. ആ രോഗത്തിന്റെ ദുരാത്മാക്കൾ ഇപ്പോൾ തന്നെ വിട്ടു മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഫാദർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ആ വേദനകൾ, വർഷങ്ങളായിട്ടുള്ളത്, തേയ്മാനങ്ങൾ, നാളുകളായിട്ടുണ്ടായിരുന്ന വേദനകൾ, ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ ഇപ്പോൾ തന്നെ ഏത് ഭാഗത്താണോ അവിടെ നിന്ന് വിട്ടുമാറുക കേട്ടോ. കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ ഹീലിംഗ് പവർ ഈസ് മൂവിങ്. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം. ആ രോഗശക്തിയെ ഞങ്ങൾ പുറത്താക്കുന്നു. രോഗത്തിന്റെ ദുരാത്മാവിന്റെ പ്രവർത്തികളെ വെട്ടിക്കളയുന്നു. യേശുവെന്ന നാമത്തിന്റെ ശക്തി, യേശുവെന്ന നാമത്തിന്റെ ശക്തി, സകല നാമത്തിലും മേലായ നാമം, സകല നാമത്തിലും മേലായ നാമം. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ബലം പ്രാപിക്കട്ടെ. ഓ ജീസസ്, അത്ഭുത സൗഖ്യം നിറയെ. കൈകളിലൂടെ ആ ശരീരത്തിന്റെ മേലേക്ക് ഒരു തീ കത്തുന്നു. സൗഖ്യത്തിന്റെ ശക്തി കത്തുന്നപ്പ ജീസസിനെ. അത്ഭുതങ്ങളുടെ കർത്താവേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഗോഡ് ബ്ലസ് യു. ഒന്നൊന്ന് വേഗത്തിൽ ചെക്ക് ചെയ്യാവോ? സാക്ഷ്യത്തിന് മുമ്പായിട്ട് തന്നെ ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ച മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം കേട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രയർ സ്റ്റേഷൻ പ്രയർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു. വിതയ്ക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കുകയും വേണം. ആ ജോലിയിൽ, ബിസിനസ്സിന് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വർധനമുണ്ടാകട്ടെ. എല്ലാ മേഖലയിലും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മുന്നോട്ട് വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. എല്ലാ മാസവും പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ മാറ്റിവെക്കണേ. അനേകർ സുവിശേഷം അറിയുവാൻ, അനേക രോഗികൾ സൗഖ്യമാകുവാൻ, അനേകം ആലോചനയിലൂടെ ബന്ധനങ്ങൾ പുറത്തു വന്ന് ജനം ഫ്രീ ആകുവാൻ, ഈ സുവിശേഷം ലോകമെമ്പാടും അറിയിക്കുവാൻ കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവമേ അങ്ങയുടെ പ്രവർത്തനമാണ്, ഞങ്ങളുടെ പ്രവർത്തനമല്ല. ഞങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു ഭാഗമാകാൻ കഴിഞ്ഞു. വിതയിലൂടെ, ഈ സ്വത്രകാഴ്ചയിലൂടെ,
കർത്താവെ ഞങ്ങൾക്കൊരു ഭാഗമാകാൻ കഴിഞ്ഞല്ലോ. അവരെ അനുഗ്രഹിക്കുന്നവരുടെ ജോലി ബിസിനസ് എല്ലാം വർദ്ധിക്കട്ടെ. വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ശരീരത്തിന്റെ അകത്ത് എനിക്കൊരു പൂർണ്ണമായ മാറ്റം ഉണ്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്ത്, ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത്, കണ്ണാടി ഒക്കെ വെച്ചവരോ അല്ലെങ്കിൽ ശരീരത്തിന്റെ അകത്ത് രോഗമുണ്ടായിരുന്നവരോ വേദനയുള്ളവരോ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എനിക്കിപ്പോൾ ഒരു സാക്ഷ്യമുണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. ഒന്ന് കർത്താവിന്റെ നാമത്തിൽ സാക്ഷ്യമുള്ളവര് പറഞ്ഞാട്ടെ. സാക്ഷ്യം പറയാനുള്ളവർ മാത്രം ഉള്ളവരുണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റിയാട്ടെ. സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ ഹലോ, പറഞ്ഞു മിസ്റ്റർ. സ്തോത്രം ബ്രദറെ. പറഞ്ഞു ഒരു വലിയ ഒരു അത്ഭുതം ചെയ്തത് ഞാൻ സാക്ഷിയായിട്ടൊന്ന് പറയുവാനേ. പറഞ്ഞു മിസ്റ്റർ. എന്റെ കുഞ്ഞുങ്ങള് ഉച്ച സമയമായിരുന്നപ്പോ എനിക്ക് ഒരു കുഞ്ഞുണ്ട്, 9 മാസം പ്രായമുള്ള കുഞ്ഞുണ്ട്. കുഞ്ഞിനെ ഹാളില് ഇരുത്തി, മൂത്ത കുഞ്ഞാണെങ്കില് കട്ടിലേലും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് മുകളിലത്തെ ഫാന് എപ്പോഴും ഇടുന്നതായിരുന്നു, നല്ല കട്ടിയുള്ള ഒരു വലിയ ഫാനായിരുന്നു. അപ്പോ കുഞ്ഞിനെ ഞാൻ പതിവില്ലാത്തതുപോലെ താഴെ ഇരുത്തിയിട്ട് പെട്ടെന്ന് തന്നെ ഫാൻ ഇട്ടതാ ബ്രദറെ. പെട്ടെന്ന് തന്നെ മുകളിൽ നിന്ന് ഫാൻ പൊട്ടി കുഞ്ഞിന്റെ തൊട്ടടുത്ത് കുഞ്ഞ് ആ ഫാനിന്റെ 2 വീൽസിന്റെ നടുക്ക് കൊച്ചിരുന്നു. തൊട്ടടുത്ത് തന്നെ മൂത്ത കുഞ്ഞും ഒരു 5 മിനിറ്റ് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞ ആ വീല് മൂത്ത കുഞ്ഞിന്റെ ദേഹത്ത് കൊണ്ടുപോയി പോറിയനെ. ഒരു ദോഷവും ഇല്ലാതെ, ഒന്ന് കൈ പോലും ഒന്നും മുറിയാതെ ദൈവം ഞങ്ങളെ ഇന്ന് ഒരു ഭയങ്കര ഒരു അത്ഭുതമായി പോയായിരുന്നു ബ്രദറെ. ദൈവം ഞങ്ങളെ അത്ര അത്ഭുതകരമായിട്ട് ദൈവം ഞങ്ങളെ വിടുവിച്ചു. നന്ദി കർത്താവെ, അങ്ങ് സൂക്ഷിച്ച വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ആലോചന പറഞ്ഞില്ല ദീപകിന്റെ ഭവനത്തെ. ഒരു നിമിഷം ഒരു കാര്യം പറഞ്ഞോട്ടെ. നാളെ നമുക്ക് സൂം പ്രയർ വൈകുന്നേരം കാണത്തില്ല, പകരം നമുക്ക് ഇന്ത്യൻ സമയം 10 മണിക്ക് നമുക്ക് സൗദിയുടെ പ്രയർ സ്റ്റേഷന്റെ പ്രയർ കാണും നാളെ. അപ്പൊ ചിലപ്പോഴേ നമുക്ക് സൂമിൽ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പക്ഷെ നാളെ 10 മണിക്ക് നമുക്ക് ഈ സൂമിൽ തന്നെയാണ് പ്രയർ സ്റ്റേഷന്റെ പ്രയർ സൗദിയുടെ നടക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അവൈലബിൾ ഉള്ളവർ ജോയിൻ ചെയ്യുക കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു മിസ്റ്ററെ. ദീപകിന്റെ ഭവനം എന്നും പറഞ്ഞോണ്ട് അത് ഞാൻ മുഴുവൻ കേട്ടില്ല. അതിന്റെ ഇടയ്ക്ക് മ്യൂട്ട് ആരോ മാറ്റി ഇത് പറഞ്ഞാൽ മുഴുവൻ ശരി കേൾക്കാൻ പറ്റിയില്ല. മോന്റെ വൈഫ് ക്യാരിങ് ആണ് ശ്രുതി. അപ്പം ജൂൺ മാസത്തിൽ ഒരു സ്കാനിങ് പറഞ്ഞിട്ടുണ്ട് 3-ാം തീയതി. പിന്നെ അതുപോലെ അവര് ജൂണിലേക്ക് സൗദിയിലെ ദമാമിലാണ് ഇപ്പൊ അവനുള്ളത്. അങ്ങോട്ട് പോകാന് മോളും കൊച്ചും കൂടെ പോകാൻ ഒരുങ്ങുന്നുണ്ട്. വിസ വന്നിരിക്കുകയാണ്. ക്യാരിങ് ആയതുകൊണ്ട് എങ്ങനെയാണെന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുക. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാനിത് ഏറ്റെടുക്കുന്നത്. എന്താ ബ്രദർ മുഴുവൻ പറഞ്ഞത് കേൾക്കാൻ പറ്റിയില്ല എനിക്ക്. എന്തായാലും പ്രാർത്ഥിച്ചു കർത്താവ് എല്ലാം നമുക്ക് അനുകൂലമായിട്ട് തന്നെ വെളിപ്പെടുത്തും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദറെ, 2 ചെറിയ സാക്ഷ്യമുണ്ട് ബ്രദറെ. പറഞ്ഞു. പ്രൈസ് ലോർഡ്. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ കർത്താവെ പറയുന്നു. കർത്താവെ, എന്റെ സഹോദരിക്ക് കാലിന് ഷുഗറിന്റെ പ്രയാസമായിട്ട് ദൈവമേ, കാലെല്ലാം നീണ്ടി വെച്ച് ചുമന്നിരുന്ന 2 ആഴ്ചയായി. അത് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുമ്പോൾ ഞങ്ങളെല്ലാം വളരെ ഭാരപ്പെട്ടു. കർത്താവിന്റെ കൃപയാലെ ചെന്ന് ഞങ്ങള് പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. ചെറിയൊരു ഓപ്പറേഷൻ ആവും. കർത്താവെ, കാലിന് വേറെ കുഴപ്പമൊന്നുമില്ലാതെ ദൈവം കാത്തതിന് നന്ദി. പിന്നെ കർത്താവ്, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എനിക്ക് പനിയായിട്ട് ഞാനിവിടെ അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി ബ്രദറെ, അറിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞ് ആരോ തട്ടി ഉണർത്തിയ പോലെ ഞാൻ എണീറ്റു. കതകെല്ലാം എല്ലാം അടച്ചിട്ടേക്കുമായിരുന്നു. പാത്രം കത്തി വല്ലാത്തൊരു പരുവത്തിലായിപ്പോയി. വേറെ ആപത്തൊന്നും വരാതെ ദൈവം കാത്തു. അതിന് നന്ദി പറയുന്നു. നന്ദി കർത്താവേ, സൂക്ഷിച്ച വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ഒരെണ്ണം കൂടി ബ്രദറെ പറഞ്ഞു. ബ്രദറെ, എന്റെ മോൾക്ക്
ഇന്ന് എക്സാം ആയിരുന്നു. അത് ഞാൻ ഉച്ചയ്ക്ക് ഇരുന്ന് ഇങ്ങനെ മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾക്ക് പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് പാടാന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പം ദൈവം എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നി. ടീച്ചർ നല്ലതാണ്, പ്രസന്റേഷൻ നന്നായിരുന്നു എന്ന് പറയുന്ന അങ്ങനെ 2-3 പ്രാവശ്യം എനിക്ക് തോന്നിച്ചു. വൈകുന്നേരം കുഞ്ഞു വിളിച്ചപ്പം ആദ്യം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ലായിരുന്നെന്ന് അവള് പറഞ്ഞു. അത് കഴിഞ്ഞ് ടീച്ചർ പറഞ്ഞു നല്ല പ്രസന്റേഷൻ ആയിരുന്നു ടീച്ചർ പറയാൻ അതുപോലെ തന്നെ പറയുവാൻ ദൈവം കൃപ നൽകി. ദൈവമേ അതിന് നന്ദി പറയുന്നു. നന്ദി കർത്താവ്, ഇടപെട്ട കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദർ, ഞാൻ സാൻഡ്രയാണ്. അന്ന് ബ്രദറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാനിവിടെ മകളെ കാണാൻ വേണ്ടി പോവുകയാണെന്ന്. മറ്റേ മകൾ ഇവിടെ അടുത്തുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങള് അവളെയും കൊണ്ട് ഞാൻ തിരിച്ച് ലണ്ടനിലോട്ട് പോവുകയാണ്. ഇപ്പൊ ചോർക്ക് വാരി കൊടുക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. എന്നാലും സ്ട്രെസ് ഉണ്ടെങ്കിലും കുറവായിട്ട് കാണുന്നു. പക്ഷെ അവിടെ അസസ്മെന്റിനല്ല, അവളോട് എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ബ്രദറിനെ നല്ല തന്നെ എഴുതാനും പ്രാർത്ഥിക്കണം. പിന്നെ മകനും അതേ അസസ്മെന്റിന്റെ ഒന്നിച്ച് എഴുതി കൊടുത്തെന്ന് പറഞ്ഞു കേട്ടു. അതിൽ 2 തോറ്റുപോയി, ചിലപ്പോൾ ഫ്രീ ചെയ്യാൻ വേണ്ടി. അത് പിന്നെ അതുകൂടാതെ പ്രയർ പറഞ്ഞ കൂടെ എന്റെ ബ്രദർ കസിൻസാണ്, സ്വന്തം കസിൻസ് കൊണ്ടുപോയതാണ് ദുബായിൽ. 3 പേരുടെ ജോലി എല്ലാരും പറഞ്ഞിട്ട് ഇവനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അപ്പൊ പറ്റാത്ത വിധത്തില് ഭയങ്കര കഷ്ടത്തിലാണ്. അപ്പൊ അവൻ പണ്ട് ചെയ്ത കാമിൽ തന്നെ അവന് പേപ്പേഴ്സ് എല്ലാം അയച്ചു കൊടുത്തു. അപ്പൊ അവര് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കാന്ന് പറഞ്ഞു. ഈ ആഴ്ചയിൽ ഇതിനും കൊടുത്തിട്ടില്ല. അതിന്റെ അപ്പൊ അതൊന്നും തടസ്സമില്ല, അതൊന്ന് ചെയ്ത് അത് അപ്പോയിന്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് കേരളത്തിൽ തിരിച്ചു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം ബ്രദർ. മകളുടെ അച്ഛന്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റി സിസ്റ്ററെ. ഗോഡ് ബ്ലസ് യു. ദൈവത്തിന്റെ സാക്ഷ്യമാക്കി കർത്താവ് മാറ്റി കേട്ടോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക് സാക്ഷ്യമുണ്ട്. എന്റെ മകള് കഴിഞ്ഞ വ്യാഴാഴ്ച മോളുടെ ഡെലിവറി കഴിഞ്ഞു. കുഞ്ഞും അമ്മയും സുഖമായിട്ടിരുന്നോടെ ചെന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് മോള് പ്രസവിച്ചു. അത് കഴിഞ്ഞ് സൺഡേ ആയപ്പോ കുഞ്ഞിന് രാത്രി ആയപ്പോ ചൂട് കയറിക്കൊണ്ട് പിന്നെ അങ്ങനെ ട്രീറ്റ്മെന്റിലാണ്. എങ്കിലും കർത്താവ് ഇന്നലെ റൂമിലോട്ട് മാറ്റിച്ചു. പിന്നെ ചെറിയ ചൂടുകൾ രാത്രി ആകുമ്പോ കയറി കൊള്ളുന്നുണ്ട്. എങ്കിലും കർത്താവ് അതിൽ നിന്ന് വിടുവിക്കുന്നുള്ള വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദി കർത്താവ്. കർത്താവ് അങ്ങ് വിടുവിച്ച വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അത്ഭുതമാക്കി മാറ്റും കേട്ടോ. ആമേൻ. ബ്രദറെ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. എനിക്ക് ഇന്നലത്തെ ഒരുപാട് അസുഖം മാറി. എനിക്കായിരുന്നു നടുവിന് ഒരു ഉളുക്ക് വീണത്. അത് എനിക്ക് ഒരുപാട് അങ്ങ് കുറഞ്ഞു. ബ്രദർ ഇന്നലെ പറഞ്ഞു എനിക്ക് സുഖമായിക്കോളെന്ന് പറഞ്ഞ് എനിക്ക് മാറി. നന്ദി കർത്താവെ, അങ്ങ് സൗഖ്യമാക്കിയ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ബ്രദറെ, ഞാൻ അന്ന് തൊടുപുഴ വന്ന അന്ന് എന്റെ കാല് നല്ല നീരായിട്ടാണ് വന്നത്.